ഒരു പ്രാർത്ഥനയോട് തുടങ്ങാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തഥ നാരദോ നഗ്നജിച്ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോപദേശം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. അപ്പൊ നമ്മള് ആയാദി ഷഡ്വർഗങ്ങൾ അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതായത് ഒരു വീടിന്റെ ചുറ്റളവ്, പെരിമീറ്റർ അറിയാമെന്നുണ്ടെങ്കിൽ ആ ചുറ്റളവ് വെച്ചുകൊണ്ട് ആ വീടിന്റെ ആയം, വ്യയം, യോനി, നക്ഷത്രം, വാരം, തിഥി, ഇതാറുമാണ് ആയാദി ഷഡ്വർഗങ്ങൾ. അത് കൂടാതെ ആയുസ്സും പക്ഷാന്തരവയവും. അങ്ങനെ ആയാദി ഷഡ്വർഗം 6 കാര്യം, കൂടാതെ ആയുസ്സും പക്ഷാന്തരയോടെ ചേരുമ്പോൾ 8 കാര്യങ്ങൾ. ഇതെട്ടും ചുറ്റളവിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അതിന്റെ ഫോർമുല എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അപ്പൊ ഇന്ന് ആ മനസ്സിലാക്കിയ ആ തിയറി ഉപയോഗിച്ച് എങ്ങനെയാണ് ശരിക്കും ചുറ്റളവ് കണ്ടുപിടിക്കുക, കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ള മനസ്സിലാക്കണം. കാരണം ഇതിന് തിയറി അറിഞ്ഞുകൊണ്ട് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതിന് ശരിക്കും എങ്ങനെയാണ് ചുറ്റളവിൽ നിന്നും ഈ ആയം ആദിയായ ആയാദി ഷഡ്വർഗങ്ങളും ആയുസ്സും പക്ഷാന്തര വ്യയവും എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രസന്റ് ചെയ്യാം. അപ്പൊ ഒരു പ്രോബ്ലം എല്ലാവർക്കും സ്ക്രീനിൽ ഒന്നും എഴുതിയേക്കുന്ന കാണാമോ? ഓക്കെ ഓക്കെ ശരി. അപ്പൊ അതില് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. 3288 3288 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ഗ്രഹത്തിന്റെ 3288 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ഗ്രഹത്തിന്റെ ആയാദി ഷഡ്വർഗങ്ങളും ആയുസ്സും പക്ഷാന്തര വ്യയവും കാണുക. ഇതാണ് ചോദ്യം. ഇതുപോലത്തെ ചോദ്യം എക്സാമിനേഷനൊക്കെ 100% ഉറപ്പാണ്. ഇതുപോലത്തെ ചോദ്യം കാണും. ആയാദി ഷഡ്വർഗങ്ങൾ, ആയുസ്, പക്ഷാന്തര വ്യയം കാണാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ഇന്ന് ചോദ്യം തീർച്ചയായിട്ടും കാണും. അപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് ആയാദി ഷഡ്വർഗങ്ങളും ആയുസ്സും പക്ഷാന്തരമൊക്കെ കാണാനുള്ള ഫോർമുലയൊക്കെ മനസ്സിലാക്കി. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ആയം കാണാം. അപ്പൊ ആയം കാണുന്നതിനുള്ള ഫോർമുല എന്താണ്? ആരും പറയാമോ? അൺമ്യൂട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ചുറ്റളവിൽ നിന്ന് ആയം കാണുന്നത്? പറയാ, ആരെങ്കിലും പറയാ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാ. ചുറ്റളവിൽ നിന്ന് 24 കൊണ്ട് ഹരിക്കണം സാർ. 24 കൊണ്ട് ഹരിച്ചു കഴിയുമ്പോൾ അത് കോല് ഇതായിട്ട് കിട്ടും.
അങ്കുലം. നമ്മൾ ഇതിന് ആയാതി ഷഡ്വർഗങ്ങൾ കാണണം. അതെങ്ങനെയാണ് ചോദിച്ചത്. 24 കൊണ്ട് ഹരിക്കുമ്പോൾ കോല് കിട്ടൂല. അങ്കുലത്തിനെ 24 കൊണ്ട് ഹരിക്കുമ്പോഴാണ് കോല് കിട്ടുന്നത്. ഇത് സെന്റിമീറ്റർ ആണ്. അതുപോലെ നമുക്ക് അത് മാത്രം പറഞ്ഞാലും പോലെ ആയാതി ഷഡ്വർഗങ്ങളും ആയുസ്സും പക്ഷാന്തരം. ആദ്യം ആയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതാണ് ചോദ്യം. ആർക്കും പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്, അതൊക്കെ നോക്കിക്കൊണ്ട് വരണമായിരുന്നു. ഞാനില്ലായിരുന്നു കഴിഞ്ഞ ക്ലാസ്. എനിക്ക് നെറ്റ്വർക്ക് കിട്ടിയില്ല നേരം അതുകൊണ്ട്. ഓക്കെ ശരി. അപ്പൊ നെറ്റ്വർക്ക് കിട്ടിയവർക്ക് പറയും എങ്ങനെയാണ് ഈ ചുറ്റളവ് കിട്ടിയാൽ അതിൽ നിന്നും ആയം എങ്ങനെ കണ്ടുപിടിക്കാം. ഹലോ. പറയൂ. ആരെ പറയുന്നു? പേരൊന്ന് പറയും. കേട്ടില്ല. ഹലോ, പേര് പറഞ്ഞിട്ട് പറയും. ഹലോ, ഇത് ക്ലിയർ അല്ലല്ലോ. സനോജ് അല്ലേ? പറയൂ സനോജ്, പറയൂ. എങ്ങനെയാണ് ആയം കണ്ടുപിടിക്കുന്നത്? ചുറ്റളവിനെ കോലങ്കലമാക്കി 8 ഗുണിച്ച് 12 കൊണ്ട് ഹരിച്ച് കിട്ടുന്ന ശിഷ്ടമാണ് ആയം. അതായത് വീടിന്റെ ചുറ്റളവ് അറിയാമെങ്കിൽ ആദ്യം ആ ചുറ്റളവ് കോലങ്കുലത്തിലാക്കണം. കോലങ്കുലത്തിലാക്കിയിട്ട് കോലങ്കുലത്തിലുള്ള ചുറ്റളവിനെ 8 കൊണ്ട് ഗുണിച്ച് 12 കൊണ്ട് ഹരിക്കണം. അങ്ങനെ 8 കൊണ്ട് ഗുണിച്ച് 12 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് ആയം. അതിന്റെ ഫലമല്ല, അതിന്റെ ഹരണഫലമല്ല, ശിഷ്ടമാണ് ആയം. അപ്പൊ അത് ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കി വെക്കണം. ആണ് ഈ ഫോർമുല അറിഞ്ഞാലേ നമുക്ക് ചെയ്യാനൊക്കൂ. അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ സെന്റിമീറ്ററിൽ തന്നിട്ടുള്ള ചുറ്റളവിനെ കോലങ്കുലമാക്കണം. അത് 3288 സെന്റിമീറ്ററിനെ കോലങ്കുലമാക്കണം. അതെല്ലാവരും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സെന്റിമീറ്ററിനെ കോലങ്കുലമാക്കാനും കോലങ്കുലത്തിനെ സെന്റിമീറ്റർ ആക്കാനും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. 3288 സെന്റിമീറ്റർ നമുക്ക് 72 സെന്റിമീറ്റർ ആണ് ഒരു കോൽ. അപ്പൊ കോലങ്കുലം ആക്കണേന് 72 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3288 ഡിവൈഡഡ് ബൈ 72 കോലാണ്. കാരണം 72 സെന്റിമീറ്റർ ആണ് ഒരു കോൽ. അപ്പൊ സെന്റിമീറ്ററിലുള്ള വാല്യൂവിനെ 72 കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് അതിനെ കോലാക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ റിസൾട്ട് കാണണം. അപ്പൊ ഇതിന്റെ റിസൾട്ട് 45.666 ഇങ്ങനെ വരും. അപ്പൊ അതാണ് അത്രയും കോലാണ്. 45.6666 എന്നിങ്ങനെ അത്രയും കോല് വരും. ഇതിനകത്ത് 45 എന്നുള്ളതാണ് ഹോൾ നമ്പർ. ആ 45 നമുക്ക് കോലായിട്ട് എടുത്തിട്ട് ബാക്കി 0.666 എന്നുള്ളതിനെ അങ്കുലമാക്കാം. അപ്പൊ എത്ര അങ്കുലം എന്ന് കിട്ടും. അപ്പം സമം 45 കോൽ. ആ ഹോൾ നമ്പർ പോയിന്റിന് മുമ്പുള്ള പോയിന്റിന് ദശാംശം കുത്തിന് മുമ്പുള്ള 45 എന്നുള്ള 45 കോലിനെടുത്തു. എന്നിട്ട് ഇനി ആ 45 കോൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 0.6666 എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. ഇവിടെ 0.67 ആക്കാം. 2 ഡെസിബിൾ എടുക്കുമ്പോൾ 0.67 ആക്കാം. അപ്പൊ അത്രയും കോലാണ്. അതിനെ അങ്കുലം ആക്കണേ 24 അങ്കുലമാണ് ഒരു കോല്. അപ്പൊ 24 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 45 കോല് കഴിഞ്ഞിട്ട് ബാക്കി 0.6666 എന്ന് പറയുന്നതിനെ, അപ്പൊ അത് നമ്മുടെ കാൽക്കുലേറ്ററിനകത്ത് ബാക്കി 67 ആക്കേണ്ട ആവശ്യമില്ല. ആ കാൽക്കുലേറ്ററിൽ തന്നെ 45.6666 എന്നുള്ളതിന്ന് 45 അങ്ങ് കുറയ്ക്കണം. -45. ഇവിടെ 45 കോൽ 45 കോൽ എഴുതിയിട്ട് 45 അതിൽ നിന്ന് മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0.6666 എന്നുള്ള ആ വാല്യൂ കിട്ടും. അതിനെ അങ്കുലമാക്കാൻ 24 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പം 45 കോലും അങ്കുലം എന്ന് പറഞ്ഞാൽ 0.6666 × 24. അപ്പൊ നമുക്ക് 45 കോൽ 16 അങ്കുലം എന്ന് കിട്ടും. ആർക്കെങ്കിലും സംശയം ഉണ്ടോ ചെയ്തത്? ഇത് ക്ലിയർ ആകണം. ഈ സെന്റിമീറ്ററിനെ കോലങ്കുലം ആക്കാനും കോലങ്കുലത്തിനെ സെന്റിമീറ്റർ ആക്കാനും തറവായിരിക്കണം. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ആർക്കെങ്കിലും 45 കോൽ 16 അങ്കുലം എന്ന് കിട്ടിയത് മനസ്സിലായില്ലെങ്കിൽ പറയാം.
ഓക്കെ. അപ്പൊ നമുക്ക് 3288 സെന്റിമീറ്റർ ചുറ്റളവിനെ നമ്മൾ കോലങ്കുലമാക്കി 45 കോൽ 16 അങ്കുലം കിട്ടി. ഇനി കോലങ്കുലത്തിലുള്ള ചുറ്റളവിനെ വേണം 8 കൊണ്ട് ഗുണിച്ച് 12 കൊണ്ട് ഹരിക്കണം. അങ്ങനെ കിട്ടുന്ന ശിഷ്ടമാണ് നമുക്ക് ആയമായിട്ട് വരുന്നത്. അപ്പൊ ആയം ഇവിടെ ആയം സമം എന്ന് പറഞ്ഞ് എഴുതാൻ പാടില്ല. കാരണം ശിഷ്ടം ആയം സമം എന്ന് പറഞ്ഞ് എഴുതിയായിട്ട് ഹരണഫലമായി. ഇത് ശിഷ്ടമാണ് നമ്മൾ എടുക്കുന്ന ആയമായിട്ട്. അതുകൊണ്ട് ആയം സമം ഈ 45 16 അങ്ങനെ എഴുതിയത്. ഇപ്പൊ 45-16 എന്ന് എഴുതിയിരിക്കുന്ന 45-16 അല്ല, 45 കോൽ 16 അങ്കുലം എന്നുള്ളത് കോലും അങ്കുലം നമ്മളിവിടെ എഴുതിയില്ലെന്നേ ഉള്ളൂ. 45-16 എന്നാണ്. അപ്പൊ ആ ഡാഷിന് മുമ്പുള്ള കോലും ഡാഷ് കഴിഞ്ഞുള്ള അങ്കുലവുമാണ്. അപ്പൊ 45-16 into 8 the whole divided by 12. അതായത് ആയം കാണാൻ ചുറ്റളവ് കോലെങ്കിലും ആക്കിയിട്ട് അതിനെ 8 കൊണ്ട് ഗുണിച്ച് 12 കൊണ്ട് ഹരിക്കണം. ആ ശിഷ്ടമാണ് ആയം. അപ്പം അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. 45-16 ആ സ്റ്റെപ്പ് എല്ലാം കറക്റ്റായിട്ട് എഴുതി പോകും. പക്ഷെ ആയം ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതരുത്. ആയം എഴുതിയിട്ട് അടിയൊരു വരയിട്ട് താഴെ എഴുതാം. 45-16 ബ്രാക്കറ്റ് ക്ലോസ് into 8 divided by 12. അതിന്റെ ശിഷ്ടമാണ്. അപ്പൊ അതിനെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? ഈ 45-16 എന്നുള്ള ബ്രാക്കറ്റിനകത്താണ്, വെളിയിൽ into 8 ആണ്. അപ്പൊ 8 കൊണ്ട് 45 കോലിനെയും ഗുണിക്കണം, അതുപോലെ 8 കൊണ്ട് 16 അങ്കുലത്തെയും ഗുണിക്കണം. അപ്പൊ സമം 45 ഗുണം 8, പിന്നെ മൈനസ് എന്നുള്ള ഇടയിൽ 45 കഴിഞ്ഞുള്ള മൈനസ് അതുപോലെ ഇടുക, 16 ഗുണം 8. ഇതാണ് ന്യൂമറേറ്റർ. ഡിവൈഡഡ് ബൈ 12 അതെപ്പോഴും എഴുതണം. അതൊക്കെ എഴുതാതിരുന്നാൽ ചിലപ്പോൾ വിട്ടു. അപ്പോൾ ഓരോ സ്റ്റെപ്പിനും ഈ ഡിവൈഡഡ് ബൈ 12 എഴുതണം. അപ്പോൾ 45-നെയും 16-നെയും 8 കൊണ്ട് ഗുണിച്ച് ഡിവൈഡഡ് ബൈ 12. ഇനിയിപ്പോൾ 45-നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? സമം 45-നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്കറിയാം 360. 16-നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 16 128. അപ്പൊ മോൾ വശത്ത് 360-120, അതായത് 360 കോലും 128 അങ്കുലവുമാണ്. ഡിവൈഡഡ് ബൈ 12. കോലങ്കുലം എന്ന് വേണേൽ മുകളിൽ എഴുതാം, പക്ഷെ ആവശ്യമില്ല. 360-128 അങ്ങനെ എഴുതി പഠിക്കുന്നതാണ് എളുപ്പം. അപ്പൊ ഇവിടെ 360 കോല്, അത് കഴിഞ്ഞ് 128 അങ്കുലം. അപ്പൊ ഈ 128 അങ്കുലത്തിൽ എത്ര കോലുണ്ടോ അത് നോക്കിയിട്ട് അതും കൂടി 360 കൂട്ടാം. നമുക്കറിയാം 5 രൂപ 150 അല്ലെ 120 പൈസ നമ്മൾ പറയാറില്ല. 5 രൂപ 120 പൈസ പറഞ്ഞാൽ 6 രൂപ 20 പൈസയായി. ആ 1 രൂപയും കൂടെ 120 പൈസ എന്ന 1 രൂപ 100 പൈസ എടുത്തിട്ട് 5 രൂപയുടെ കൂട്ടുമ്പോൾ 6 രൂപ 20 പൈസയാവും. അതുപോലെ ഇവിടെ 128 അങ്കുലത്തിനകത്ത് എത്ര കോലുണ്ടെന്ന് നോക്കണം. അപ്പൊ 128-നെ 24 കൊണ്ട് ഭാഗിക്കണം. അപ്പൊ 128-നെ 24 കൊണ്ട് ഭാഗിക്കുമ്പോൾ 5 ആയിരിക്കും. 5ആണ് ആൻസർ കിട്ടുന്ന. ശിഷ്ടം 8 വരും. 24 5 120, 128 128. അപ്പൊ 128 അങ്കുലം എന്ന് പറഞ്ഞാൽ 5 കോൽ 8 അങ്കുലമാണ്. കാരണം 120 അങ്കുലം എന്ന് പറയുന്നതാണ് 5 കോൽ. 24 5 120. അത് കൂടാതെ പിന്നെ 120 കഴിഞ്ഞാൽ പിന്നെ 8 കൂടെ കിടക്കണം. 5 കോൽ 8 അങ്കുലം. അപ്പൊ ഇവിടെ 128 പകരം നമുക്ക് 5 കോൽ 8 അങ്കുലം. അപ്പൊ അവിടെ 360 അടുത്ത സ്റ്റെപ്പില് സമം 360. അതിൻ്റെ കൂടെ ഈ 360 128 അങ്കുലത്തില് 5 കോലുണ്ട്, അതുകൂടെ കൂട്ടണം. 360 + 5. ആ 120 അങ്കുലം എടുത്തു കഴിഞ്ഞാൽ ബാക്കി 8 അങ്കുലം ഉണ്ട്. അത് അവിടെ 8 എഴുതണം. ഡിവൈഡഡ് ബൈ 12. ഓരോന്നിനും 12 അടിയിൽ എഴുതാൻ മറക്കരുത്. ഇത്രയും ചെയ്തതിൽ എന്തെങ്കിലും സംശയമുള്ളത് ചോദിക്കുക. ഓക്കെ. അപ്പൊ 360 5 കൂടെ കൂട്ടുമ്പോൾ 365 കിട്ടും. അപ്പൊ അടുത്ത സ്റ്റെപ്പ് 365-8. അവിടെ കോലങ്കുലം പറയേണ്ട ആവശ്യമൊന്നുമില്ല. 365-8 ഡിവൈഡഡ് ബൈ 12. ഇനി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇവിടെ നമ്മള് ഈ 8 എന്ന് പറയുന്നത് റിമൈൻഡറിന്റെ കൂടെ വരുന്നതാണ്. അതുകൊണ്ട് അത് നമ്മൾ എടുക്കാതെ 365 മാത്രം എടുക്കണം. 365 മാത്രം എടുത്തിട്ട് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നോക്കുക, ആ ചെയ്യുന്ന കാൽക്കുലേഷൻ നമ്മൾ ഇതിൽ കാണിക്കുകയും വേണം. 365-നെ അത് ശരിക്കും പിന്നെ കാൽക്കുലേറ്റർ ഒന്നും ചെയ്യാൻ പാടില്ല. ഫ്രം ഫസ്റ്റ് നമ്മളെ സ്കൂളിലൊക്കെ ആദ്യം ഡിവൈഡ് ചെയ്യാൻ പഠിച്ചപ്പം ചെയ്യുന്ന പോലെ ചെയ്യണം. നോക്കുക അതാണ് 365 എന്ന സ്ക്രീൻ വന്നു. ഡിവൈഡഡ് ബൈ 12. 365 ബൈ 12 12 3 അല്ലെങ്കിൽ 12 30 360 വരും.
ബാലൻസ് 5. അപ്പം 30. അപ്പം ശിഷ്ടം വന്നിരിക്കുന്നത് ഇവിടെ 5ആണ്. പിന്നെ നേരത്തെ 365 കഴിഞ്ഞൊരു 8 കിടപ്പുണ്ട്. അപ്പൊ ആയം 5, 8 എന്നാണ് ആയത്തിന്റെ ആൻസർ വേണ്ടത്. അപ്പൊ ആയം സമം ഇപ്പൊ ശിഷ്ടം കിട്ടിയ 5, നേരത്തെ 365 കഴിഞ്ഞ് കിടക്കുന്ന 8, രണ്ടോട് ചെയ്ത് 5, 8 എന്നുള്ളതാണ്. ഇതാണ് ആയം സമം 5, 8. 5 കോൽ 8 അങ്കുലം എന്ന് പറയേണ്ട ആവശ്യമില്ല, 5, 8 എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇങ്ങനെയാണ് ആയം. ഇപ്പൊ ആയം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത വ്യയം കണ്ടുപിടിക്കണം. വ്യയം കണ്ടുപിടിക്കുന്നതിന് ഇതിന്റെ കോലങ്കുലം, കാരണം ചുറ്റളവ് സെയിമാണ്, 3 കൊണ്ട് ഗുണിച്ച് 14 കൊണ്ട് ഹരിക്കണം. വീടിന്റെ ചുറ്റളവ് കോലങ്കുലം ആക്കിയിട്ട് 3 കൊണ്ട് ഗുണിച്ച് 14 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് വ്യയം. അപ്പം ആ ഗുണിക്കാനുള്ള സംഖ്യ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയില്ല അതുപോലെ തന്നെ. അപ്പൊ അടുത്ത വ്യയം ഇതെല്ലാം എഴുതിയല്ലോ എല്ലാവരും? ഓക്കെ, അടുത്ത വ്യയം ഇതുപോലെ 45, 16 കോലങ്കുലം മൾട്ടിപ്ലൈഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 14. അവിടെ വ്യയം കഴിഞ്ഞ് ഈക്വൽ ടു സൈഡ് ഇടാൻ പാടില്ല, കാരണം 45, 16 3 കൊണ്ട് ഗുണിച്ച് 14 കൊണ്ട് കഴിയുന്നത് ശിഷ്ടമാണ്, ആൻസർ അല്ല, അതിന്റെ ശിഷ്ടമാണ് വ്യയമായിട്ട് വരുന്നത്. അതുകൊണ്ട് ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാൽ ഈക്വൽ ടുവിന്റെ ഇടതുവശവും വലതുവശവും ഉള്ള തുല്യമായിരിക്കണം. അപ്പൊ ഇവിടെ 45-നെ 3 കൊണ്ട് സമം 45-നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 135 കിട്ടും. 16 3 48 കിട്ടും, ഡിവൈഡഡ് ബൈ 14. ആ സ്റ്റെപ്പ് എല്ലാം കറക്റ്റായിട്ട് അവർ എഴുതി പോയാൽ തെറ്റില്ല. ഇനി ഇവിടെ 135 കോല് കഴിഞ്ഞ് 48 അങ്കുലമുണ്ട്. 24 അങ്കുലമാണ് ഒരു കോൽ. അപ്പൊ 48 അങ്കുലം ആകുമ്പോൾ 2 കോല് വരും. 24 2 48. അപ്പൊ ആ 2 കോല് 135-ലൂടെ കൂട്ടണം. അപ്പൊ സമം 137 ഡിവൈഡ് ബൈ 14 വരും. അവിടെ 137 കഴിഞ്ഞിട്ട് ഒന്നുമില്ല, നേരത്തെ 8 ഇവിടെ അങ്ങനെയല്ല, 137 കോല് മാത്രമേ ഉള്ളൂ. 137 ഡിവൈഡ് ബൈ 14. ഇതിൽ ഡിവൈഡ് ചെയ്യണം. 137-നെ 14 ഡിവൈഡ് ചെയ്യണം. 137 സൈഡ് നോക്കുക. ആ ഡിവൈഡ് ചെയ്യുന്ന ഇവിടെ കാണിച്ചിരിക്കണം, സ്ക്രീനിൽ കാണിക്കണം. അതായത് നമ്മുടെ പരീക്ഷയ്ക്കാണെങ്കിൽ ആൻസർ പേപ്പറിൽ കാണിക്കണം. 137 ഡിവൈഡ് ബൈ 14. 14 9 126. ബാലൻസ് 11. അപ്പൊ വ്യയം എന്ന് പറഞ്ഞാൽ ഇവിടെ ശിഷ്ടം 11ആണ്. അപ്പൊ വ്യയം സമം 11. ഇവിടെ നോക്കുക, ആയത്തേക്കാൾ വ്യയം കൂടുതലാണ്. ആയം 5, 8 ആയിരുന്നു, വ്യയം ഇപ്പൊ 11 കിട്ടി. അതായത് ഇത് ഏത് വീടോ എന്തായാലും ശരി, അവിടെ വ്യയാധിക്യ ദോഷമുണ്ട്, ആയത്തേക്കാൾ വ്യയം കൂടുതലാണ്. അടുത്ത യോനി. യോനി കാണുന്നതിന് ചുറ്റളവിനെ കോലങ്കുലം ആക്കിയിട്ട് 8 കൊണ്ട് ഗുണിച്ച്, അല്ല സോറി, പിന്നെ 3 കൊണ്ട് ഗുണിച്ച് 8 കൊണ്ട് ഹരിക്കണം. യോനി കാണാൻ ചുറ്റളവിനെ കോലങ്കുലം ആക്കിയിട്ട് 3 കൊണ്ട് ഗുണിച്ച് 8 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് യോനി. അതായത് 45 16 ഇൻറ്റു 3 3 കൊണ്ട് ഗുണിച്ചിട്ട് ഡിവൈഡഡ് ബൈ 8 8 കൊണ്ട് ഹരിക്കണം. അവിടെ യോനി കഴിഞ്ഞ് ഈക്വൽ ടു ഇടരുത്. അപ്പൊ ഇതിന്റെ ശിഷ്ടമാണ് യോനി. അപ്പൊ 45 3 നമുക്കറിയാം, 45 3 135, 16 3 48 ഡിവൈഡഡ് ബൈ 8. നേരത്തെ പോലെ തന്നെ 48 അങ്കുലത്തിന് 2 കോല് വരും. ആ 2 കോലുടെ 135 137 എന്ന് വരും. മുകളിൽ 137 × 8 വരും. ഈ 137-നെ 8 കൊണ്ട് ഹരിക്കുക. കാൽക്കുലേഷൻ നമ്മൾ കാൽക്കുലേഷൻ അതിൽ തന്നെ കാണിക്കണം. 137 ഡിവൈഡഡ് ബൈ 8. 1 8 13 8 5 7 താത്രക്കുമ്പോൾ 57 7 56 ശിഷ്ടം 1. ഇപ്പൊ ഇവിടെ ശിഷ്ടം കറക്റ്റ് 1 കിട്ടും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. യോനി കാണുമ്പോൾ ശിഷ്ടം 1 വന്നാൽ ധ്വജയോനി. അപ്പൊ 1 മാത്രം എഴുതിയാൽ പോരാ, ധ്വജയോനി എന്ന് കൂടെ എഴുതണം. അപ്പൊ യോനി സമം 1 ധ്വജയോനി. ആ യോനി ഏതാന്ന് കൂടെ, വെറുതെ 1 മാത്രം എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടില്ല. യോനിയുടെ പേര് കൂടെ എഴുതി വെക്കണം, എന്നാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ധ്വജയോനി എന്ന് കൂടെ എഴുതണം.
അപ്പൊ യോനി സമം 1 ത്വജയോനി. അപ്പൊ നമ്മൾ ആയം, വ്യയം, യോനി ഇത് മൂന്നും കണ്ടു. ഇത്രയും കണ്ടതിനകത്ത് സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. അപ്പൊ ആയം, വ്യയം, യോനി. ഇനി അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന നക്ഷത്രം. നക്ഷത്രം എന്ന് പറയുന്നത് ചുറ്റളവിനെ കോലെങ്കിലും ആക്കിയിട്ട് 8 കൊണ്ട് ഗുണിച്ചിട്ട് 27 കൊണ്ട് ഹരിക്കണം. 8 കൊണ്ട് ഗുണിച്ച് 27 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് നക്ഷത്രം. അപ്പൊ 45 പോൽ 16 അങ്കുലമാണ് ചുറ്റളവ്. ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 27. അപ്പൊ അവിടെ ഈക്വൽ ടു വേണ്ട, കാരണം ശിഷ്ടമാണ് നക്ഷത്രം. അപ്പൊ 45 8 360 മൈനസ് അല്ല 360 കോൽ ഡാഷ് 16 128 ഡിവൈഡഡ് ബൈ 27. അപ്പൊ ഇവിടെ നേരത്തെ കൂട്ട് 128 അങ്കുലത്തില് 5 കോൽ എന്ന് പറയുമ്പോൾ 120 അങ്കുലമാണ്. ആ 5 കോൽ ഇനി എടുക്കണം. അതായത് 120 അങ്കുലം ഇനി എടുക്കണം. എന്നിട്ട് ഈ 360 കൂടെ 5 കൂട്ടാം. അപ്പൊ 365 നേരത്തെ 365 വരും. 120 എടുക്കുമ്പോൾ ബാക്കി 8 അങ്കുലം അവിടെ കിടപ്പുണ്ട്. അത് എട്ടുമ്പോൾ 365 8 ഡിവൈഡഡ് ബൈ 27. ഇനി ഇവിടെ ഈ 365 8 എടുക്കണ്ട, സിസ്റ്റം ഡാഷ് കഴിഞ്ഞുള്ള എടുക്കണ്ട. 365 27 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 365 ഡിവൈഡഡ് ബൈ 27. 27 1 27, ബാലൻസ് 9, 5 താത്തിറക്കുന്നു. ഇപ്പോൾ 95 ആവും. 27 3 81, ബാലൻസ് 14. അപ്പൊ ഇവിടെ ശിഷ്ടം 14 വരും. അപ്പൊ ഇവിടെ ഒരു 365 8 കിടപ്പുണ്ട്. അപ്പൊ 14 എഴുതിയാൽ പോരാ, 14 8 എന്ന് എഴുതണം. അപ്പൊ നക്ഷത്രം സമം 14 8. അപ്പൊ 14 8 എന്ന് പറയുമ്പോൾ അത് 15 ആയിട്ട് എടുക്കണം. അപ്പൊ 15ാമത്തെ നക്ഷത്രം അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്ന 15ാമത്തെ നക്ഷത്രം ഏതാണെന്ന് വെച്ചാൽ അത് നമ്മളവിടെ എഴുതണം. 14 8 ചോതി നക്ഷത്രമാണ്. അത് 15ാമത്തെ നക്ഷത്രം ചോതിയാണ്. അത് അറിഞ്ഞിരിക്കണേ. ഈ ആൻസർ നമ്പറായിട്ട് 14 8 എന്ന് മാത്രം എഴുതിയാൽ പോരാ, അല്ലെങ്കിൽ 15 എന്ന് എഴുതിയാലും പോരാ. ചോതിന്നോ ചോതി നക്ഷത്രം എന്നോ എഴുതണം. അപ്പൊ നമ്മൾ നക്ഷത്രം കണ്ടുപിടിച്ചു. അടുത്തത് വാരം അല്ലെങ്കിൽ ആഴ്ച. വാരം കാണുന്നതിന് ചുറ്റളവിനെ കോലെങ്കിലും ആക്കിയിട്ട് 8 കൊണ്ട് ഗുണിച്ച് 7 കൊണ്ട് ഹരിക്കണം. 8 കൊണ്ട് ഗുണിച്ച് 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് വാരം. അപ്പൊ നോക്കാം. 45 കോൽ 16 അങ്കുലമാണ് ചുറ്റളവ്. ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 7. അപ്പൊ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് വാരം. അതുകൊണ്ട് വാരം കഴിഞ്ഞിട്ട് ഈക്വൽ ടു ഇടരുത്. സമം 45 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 365. 8 കൊണ്ട് ഗുണിച്ചിട്ട് മറ്റേ നേരത്തെ ചെയ്ത പോലെ 360 128 എന്ന് വരും. ആ 120 അങ്കുലം കൂടി ഇങ്ങോട്ട് എടുക്കും. 365 കോല് വരും. നേരത്തെ ചെയ്ത് അത് തന്നെ 365 കോലും 8 അങ്കുലവും വരും. ഡിവൈഡഡ് ബൈ 7. നേരത്തെ പോലെ 365 മാത്രം 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 365 ഡിവൈഡഡ് ബൈ 7. 7 5 35, ബാലൻസ് 1, 5 താഴോട്ടിറക്കും 15, 7 2 14, ബാലൻസ് 1. അതായത് വാരം 1 ഇവിടെ ഉണ്ട്. നേരത്തെ 365 കഴിഞ്ഞാൽ 8 കിടപ്പുണ്ട്. അപ്പൊ വാരം 1 8 എന്ന് എടുക്കണം. വാരം 1 മാത്രം എടുത്താൽ പോരാ. ഈ 1 നേരത്തെ 365 കഴിഞ്ഞ് കിടക്കുന്ന 8 കൂടെ എടുക്കണം. കാരണം 365 നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് 365 മാത്രമേ എടുത്തുള്ളൂ. ആ 8 അവിടെ കിടക്കുകയാണ്. അപ്പൊ 1 8 1 8 പറഞ്ഞാൽ 2 ആണ്. അപ്പൊ ശിഷ്ടം 1 വന്നാൽ ഞായർ, 2 വന്നാൽ തിങ്കൾ. അപ്പൊ ഇവിടെ തിങ്കളാണ്, തിങ്കളാഴ്ച. ഈ ആഴ്ചയുടെ പേര് എഴുതി വെക്കണം. 1 8 അല്ലെങ്കിൽ 2 എന്ന് മാത്രം എഴുതിയാൽ പോരാ. ഞായർ 1 അങ്ങനെ നോക്കിയിട്ട് ആഴ്ച ഏതാണെന്നൂടെ എഴുതണം. ആഴ്ച തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച എന്നുള്ള ഏതാഴ്ചയാണെന്ന് വെച്ചാൽ അത് എഴുതണം. അപ്പൊ നമ്മള് ആയം, വ്യയം, യോനി, നക്ഷത്രം, വാരം ഇത് 5ഉം കണ്ടു. ഒരു സംശയം ചോദിച്ചോട്ടെ. 8 വന്നേക്കണതിന് ഒരു 5 താഴെയാണെങ്കിൽ ആഡ് ചെയ്യണം. ഏതായ 1 1 എന്ന് വന്നാലും അടുത്തതിലോട്ട് എഴുതണം.
ഒന്ന് കഴിഞ്ഞ് ഒന്ന് വന്നാലും ശരി നമ്മൾ അടുത്ത എടുക്കണം, രണ്ടായിട്ട് എടുക്കണം. ഒന്ന് കഴിഞ്ഞാൽ രണ്ട് തുടങ്ങി. തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച തുടങ്ങും. ഒന്നൊന്നാകുമ്പോൾ തന്നെ ചൊവ്വാഴ്ച അല്ല ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച തുടങ്ങും. മനസ്സിലായല്ലോ? ഹലോ, മനസ്സിലായി. അപ്പൊ നക്ഷത്രം, വാരം, അടുത്ത തിഥി. തിഥി കാണാന് ചുറ്റളവിനെ കോലോകലം ആക്കിയിട്ട് 8 കൊണ്ട് ഗുണിച്ച് 30 കൊണ്ട് ഹരിക്കണം. 8 കൊണ്ട് ഗുണിച്ച് 30 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് തിഥി. അപ്പൊ 45 16 കോലംകുലം ഇൻറ്റു 8/7. അല്ല സോറി 30. 8 കൊണ്ട് ഗുണിച്ച് 30 കൊണ്ട് ഹരിക്കണം. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് തിഥി. അപ്പൊ 45-നെ 8 കൊണ്ട് ഗുണിക്കണം, 16-നെ 8 കൊണ്ട് ഗുണിക്കണം. സമം 45 8 368. അല്ല 16 8 128 വരും. അതിൽ 5 കൂടെ എടുക്കുമ്പോൾ 365 ആവും. ഡാഷ് 8 നേരത്തെ ഇതുപോലെ തന്നെ ഡിവൈഡ് ബൈ 30. അപ്പൊ 365-നെ 30 കൊണ്ട് ഭാഗിക്കണം. മുപ്പത്തിയൊന്ന് 30, ബാക്കി 66 65 32 60 ബാലൻസ് 5. അപ്പൊ ഇവിടെ ശിഷ്ടം 5 വരുന്നത്. അപ്പൊ തിഥി 5 8 എന്ന് വരും. തിഥി സമം 5 8 എന്ന് വരും. 5 8 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 എന്ന് പറയുമ്പോൾ ഷഷ്ടി വരും. അപ്പൊ ഷഷ്ടി തന്നെ 15-നകത്ത് വരുന്നത് കൊണ്ട് നമ്മൾ പൂർവപക്ഷം അല്ലെങ്കിൽ വെളുത്ത പക്ഷം തരാം. അതായത് 5 8 ഷഷ്ടി, ആ പേര് എഴുതണം. ഏത് പക്ഷമാണെന്നും കൂടെ എഴുതണം, പൂർവപക്ഷം. അപ്പൊ അതിന് ഫുൾ മാർക്ക് കിട്ടണം, ഇത്ര എഴുതണം. തിഥി ഏതാണ്, തിഥി അക്കത്തിൽ നമ്പറിൽ എഴുതണം. അത് കഴിഞ്ഞ് അതിന്റെ പേര്, ഷഷ്ടി എന്നുള്ള ഏതാണെന്ന് വെച്ചാൽ അതിന്റെ പേര് എഴുതണം. അത് ഏത് പക്ഷത്തിലാണ്. 15 ആദ്യത്തെ 15-ലാണെങ്കിൽ പൂർവപക്ഷം, 15 കഴിഞ്ഞാണെങ്കിൽ കറുത്ത പക്ഷം അല്ലെങ്കിൽ അപരപക്ഷം. അപ്പൊ തിഥി കാണാൻ ആരുടെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ ആയാദി ഷഡ്വർഗങ്ങൾ ചെയ്തു കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആയുസ്സാണ്. ആയുസ് കാണാനായിട്ട് നക്ഷത്രം കാണാൻ ഉപയോഗിച്ച അതേ ഫോമിൽ തന്നെ ചുറ്റളവിനെ കോലങ്കിലും ആക്കിയിട്ട് 8 കൊണ്ട് ഗുണിച്ചിട്ട് 27 കൊണ്ട് ഹരിക്കുക. പക്ഷെ ഇവിടെ ആയുസ് കാണാൻ ഹരണഫലമാണ് എടുക്കേണ്ടത്. നക്ഷത്രം കാണാൻ ശിഷ്ടം എടുക്കും, പക്ഷെ ആയുസ് കാണാൻ ഹരണഫലം എടുക്കണം. അപ്പൊ അത് ആയുസ് 45 16 × 8 ഡിവൈഡഡ് ബൈ 27. നക്ഷത്രം കാണുന്ന അതേ ഫോമുല സമം 45-നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 360 കിട്ടും. 16 8 128. 120 അങ്ങോട്ട് കഴിഞ്ഞോട്ട് എടുക്കുമ്പോൾ 5 കോല് കിട്ടും. അപ്പൊ 365 ആവും. ബാക്കി 8 അവിടെ കിടക്കും. ഡിവൈഡ് ബൈ 27. ഓരോ വരിയിൽ ഓരോന്ന് എഴുതി 27 ഒക്കെ എഴുതണം. അപ്പൊ ഇവിടെ 365-നെ 27 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലം എടുക്കണം. നമ്മൾ നേരത്തെ ചെയ്തതാണ്. അത് നോക്കി എഴുതിയാലും മതി. 305-നെ 27 കൊണ്ട് നമ്മളെ ആയുസ് അല്ല നക്ഷത്രം കണ്ടപ്പോൾ ചെയ്തതാണ്. അത് നോക്കി എഴുതിയാലും മതി. ഒന്ന് നോക്കാം. അത് മുഴുവൻ വായിക്കണം. 360-നെ 27 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം 13. അത് നേരത്തെ കിട്ടിയാണ്. ഈ നക്ഷത്രം കാണാനായിട്ട് നോക്കിയപ്പോൾ കിട്ടിയാണ്. അപ്പൊ അത് നോക്കിയാൽ എഴുതിയാലും മതി. 360-നെ 27 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം 13. അപ്പൊ ഇവിടെ 13 കഴിഞ്ഞാൽ 8 കൂടെ കിടപ്പുണ്ട്. അപ്പൊ 13 8 വരും. അല്ല 8 നോക്കേണ്ട ആവശ്യമില്ല ആയുസ്. കാരണം ഇത് ശിഷ്ടം അല്ല പിന്നെ ഹരണഫലം എടുക്കുമ്പോൾ നമ്മൾ ഈ ശിഷ്ടം എടുക്കേണ്ട ആവശ്യമില്ല. മറ്റേ അങ്കുലമാക്കി എടുക്കുമ്പോൾ മാത്രമേ ശിഷ്ടം എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇവിടെ ഹരണഫലം 13. അപ്പൊ ഹരണഫലം 1 വന്നാൽ ബാല്യം, 2 വന്നാൽ കൗമാരം, 3 വന്നാൽ യൗവനം, 4 വന്നാൽ വാർദ്ധക്യം, 5 അല്ലെങ്കിൽ 0 വന്നാൽ മരണം. ആണ് മരണച്ചുറ്റെന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ ഹരണഫലം 13. അപ്പൊ നമുക്കറിയാം 5 വന്നാലാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞത്. 5 5 കുറവോ വരികയാണെങ്കിൽ 1 വന്നാൽ ബാല്യം, 2 കൗമാരം, 3 യൗവനം, 4 വാർദ്ധക്യം, 5 മരണം. 5 അല്ലെങ്കിൽ 0 മരണം. ഇനി 5 കൂടുതലാണ് വരുന്നതെങ്കിൽ
ആ കിട്ടുന്ന സംഖ്യ 5 കൊണ്ട് ഭാഗിച്ചിട്ട് ശിഷ്ടം നോക്കണം എന്നാണ്. അപ്പൊ ഇവിടെ 5 കൂടുതലാണ്, 13 കിട്ടിയേക്കുന്നത്. അപ്പൊ 13-നെ 5 കൊണ്ട് ഭാഗിക്കുമ്പോഴുള്ള ശിഷ്ടം നോക്കണം. അപ്പൊ നമുക്കറിയാം 13-നെ 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ 2 10 ബാക്കി ശിഷ്ടം 3 വരും. 13-നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരും. അപ്പൊ ശിഷ്ടം 1 വന്നാൽ ബാല്യം, 2 വന്നാൽ കൗമാരം, 3 വന്നാൽ യൗവനം. അപ്പൊ ഇവിടെ ആയുസ യൗവനമാണ്. ആയുസ സമം 3 യൗവനം. ഇതൊരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇല്ല സാർ, അവിടെ 8 ഉണ്ടല്ലോ, നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു 8 ഇല്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞാണ്. അതായത് നമ്മൾ ഈ ആയം വ്യയം യോനി തിഥി ഇതൊക്കെ നോക്കുമ്പോഴേ ശിഷ്ടമാണ് നമ്മൾ ഓരോന്നിലെ ശിഷ്ടമാണ് എടുക്കുന്നത്. ശിഷ്ടം എടുക്കുമ്പോഴേ ആ ബാക്കി 8 എടുക്കാവൂ. ഹരണഫലത്തിലൂടെ എടുക്കാൻ പാടില്ല. അപ്പം ആയുസിന് മാത്രമേ നമ്മൾ ഹരണഫലം എടുക്കുകയുള്ളൂ. അപ്പോൾ അതിനോടുകൂടി മാത്രമേ നമ്മൾ പിന്നെ ഹരണഫലം എടുക്കുമ്പോൾ ശിഷ്ടം എടുക്കാൻ പാടില്ല. ആ 365 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള ഹരണഫലമേ എടുക്കാവൂ. അപ്പൊ 3 കൗമാരം എഴുതണ്ടേ സാറേ? എഴുതിയിട്ടുണ്ടോ? ശിഷ്ടം ആയുസ് 3, കൗമാരമല്ല യൗവനം. 1 ബാല്യം, 2 കൗമാരം, 3 യൗവനം, 4 വാർദ്ധക്യം, 5 മരണം. 5 അല്ലെങ്കിൽ 0 കിട്ടിയാൽ മരണം. അപ്പൊ ഇവിടെ ആയുസ് 3 ആർക്കും സംശയം ഉണ്ടോ ഇതുവരെ ഉള്ളത്? ഓക്കെ. അപ്പൊ ഇനി അടുത്ത ലാസ്റ്റ് ആണ് പക്ഷാന്തര വ്യയം. പക്ഷാന്തര വ്യയം എന്ന് പറഞ്ഞാല് നമ്മൾ കോലങ്ങൾ വീടിന്റെ ചുറ്റളവിനെ കോലങ്ങളും ആക്കിയിട്ട് 9 കൊണ്ട് ഗുണിച്ചിട്ട് 10 കൊണ്ട് ഹരിക്കണം. 9 കൊണ്ട് ഗുണിച്ച് 10 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് പക്ഷാന്തര വ്യയം. അപ്പൊ 45 16 ആണ് കോലങ്കുലം. ചുറ്റളവ് നമ്മൾ നേരത്തെ കണ്ട് 45 കോൽ 16 അങ്കുലം. 9 കൊണ്ട് ഗുണിച്ചിട്ട് 10 കൊണ്ട് ഹരിക്കണം. 45-നെ 9 കൊണ്ട് ഗുണിക്കുമ്പോൾ സമം 405. 16 9 144 ഡിവൈഡഡ് ബൈ 10. ഇതിന്റെ ശിഷ്ടമാണ്. അപ്പൊ 144 അങ്കുലം ഉണ്ട് ഇവിടെ. 144 അങ്കുലം ആകുമ്പോൾ 6 കോലാണ്. 144 ബൈ 24 24 അങ്കുലമാണ് ഒരു കോൽ. അപ്പൊ കറക്റ്റ് 6 കോല് വരും. ആ 6 കൂടെ 405 കൂടെ കൂട്ടണം. അപ്പൊ 405 6 411 കോല് വരും. 150 മുകളിൽ എഴുതിയിട്ടുണ്ട് അടുത്ത വയസ്സ്. 157 അങ്കുലം 6 കോലാണ്. അപ്പം 405 + 6 അപ്പൊ 411 കോൽ. പിന്നെ അങ്കുലം ഇല്ല, 154 എടുത്തു. അപ്പൊ പിന്നെ ബാക്കി അങ്കുലം ഒന്നും അവിടെ ഇല്ല. ഡിവൈഡഡ് ബൈ 10. അപ്പൊ 411-നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് പക്ഷാന്തര വ്യയം. അപ്പൊ ഇവിടെ 1 ആണ് ശിഷ്ടം വരുന്നത്. പക്ഷാന്തര വ്യയം സമം 1, ശിഷ്ടം 1. അതായത് പക്ഷാന്തര വ്യയം സമം 1. അപ്പൊ നമ്മള് ആയാദി ഷഡ്വർഗങ്ങളും ആയുസ്സും പക്ഷാന്തര വ്യയവും കണ്ടു. അപ്പൊ ഇത് ആർക്കെങ്കിലും സംശയമുണ്ടോ ഇങ്ങനെയാ ചെയ്യുന്നത്? ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇവിടെ വേറെ ക്വസ്റ്റ്യൻ തരാതെ ഇവിടെ വെച്ച് ക്ലാസ് വെച്ചിട്ട് ചെയ്യുക. ഹോംവർക്ക് ഒന്നും ഇട്ടെങ്കിലും ക്ലാസ് വെച്ച് ചെയ്യുക. 11,784 സെന്റിമീറ്റർ 11,784 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ഗൃഹത്തിന്റെ 11,784 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ഗൃഹത്തിന്റെ ആയാതി ഷഡ്വർഗങ്ങളും ആയുസ്സും പക്ഷാന്തര വ്യയവും കാണുക. നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് ആൻസർ പറയണം. ഒരുപാട് സമയം എടുക്കാതെ സ്പീഡിൽ ചെയ്യാൻ നോക്കണം. കാരണം പരീക്ഷയ്ക്കൊക്കെ ടൈം വളരെ പ്രധാനമാണ്. ആരെങ്കിലും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പറയണം.
ആയം കണ്ടുപിടിച്ചില്ല ഇതുവരെ? കണ്ടുപിടിച്ചു, ആയം കണ്ടുപിടിച്ചു സാർ, ആയം കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചത് പറയാ, എത്ര കിട്ടി? ആയം 1.8. ശരി ശരി, ഓക്കെ. വ്യയം 1. ഒരു സെക്കൻഡ്. ആയം 1.8, വ്യയം 1, ശരിയാണത്. യോനി കണ്ടുപിടിച്ചോ? യോനി കണ്ടുപിടിച്ചോണ്ടിരിക്കുക.
ആ ശരി. ചെറുതൊന്ന് ഇതാ? ഒന്ന് കഴിഞ്ഞതൊന്ന് ക്ലിയർ ചെയ്ത് തരും, എന്നിട്ട് അടുത്തേക്ക് പോയാൽ പോരെ? അല്ല ഇത് ഇത്ര ഈ ഒരു കണക്ക് ചെയ്യുക, ചെയ്തിട്ട് നോക്കാം. അല്ല സാർ, ഇതിപ്പോ ഒന്ന് ഫസ്റ്റ് ആയം ശരിയാണോന്ന് അറിഞ്ഞിട്ട് വേണ്ട വ്യയത്തിലേക്ക് പോവാൻ. അല്ല അത് ആയം ഈ ഒരു കണക്ക് ഈ ഒരു കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നോക്കുക. കാരണം ഒരു ക്വസ്റ്റിനുള്ള ആയാതി ഷർപ്പുകളും ആയുസും പക്ഷാന്തരം എന്നുള്ള ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. ആയം അത് തന്നെ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ നോക്കാം. ആയം തന്നെ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റല്ലേ നമ്മൾ അടുത്തേക്ക് കൊണ്ടുപോകുള്ളൂ. ഇല്ലില്ല, അതല്ലല്ലോ കൊണ്ടുപോകുന്നത്. ഓരോന്നും ചെയ്യേണ്ട ആയോ ബൈൻ്റെ ഒക്കെ ഫോമുല വേറെ അല്ലേ. ആശയം എനിക്ക് കിട്ടിയില്ല. അതല്ല, നേരത്തെ ചെയ്ത് നോക്കുക. നേരത്തെ ചെയ്തതിന്റെ അതേപോലെ വ്യത്യാസമൊന്നുമില്ല, അതിന്റെ നമ്പറുകൾ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. നേരത്തെ ചെയ്ത നോക്കി, നേരത്തെ ചെയ്ത ഫോൺ നോക്കിയാല് നമുക്ക് കേട്ടില്ല. ആയം ശരിയാണോ നോക്കിയിട്ട് കറക്റ്റ് ആയ ശേഷം പിന്നെ വേഗത്തിലേക്ക് പോയാൽ പോരെ? ആയം ശരിയല്ലേ? നോക്കിയോ? ചെയ്തോ? നോക്കി, പക്ഷെ എന്താ തെറ്റ് വന്നിരിക്കണോ? അത് എവിടെ ഒരു തെറ്റ് പറ്റി, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, വേറെ ഒന്നല്ല. അപ്പൊ എങ്ങനെയാ ചെയ്തത്? ആരാ സംസാരിക്കുന്ന? ആരാണ്? സനോജ്. സനോജ്. എങ്ങനെയാ ചെയ്തത്? ആയം കണ്ടുപിടിച്ചത്? 11,784 ഹരിക്കണം 72. അതിന്റെ കോലകുലം ആക്കിയപ്പോ എത്ര കൊല്ലം കിട്ടി? 163 കോല് 16 അങ്കുലം വന്നു. അതാണ് അവിടെ നോക്കി പോയി നമുക്ക്. ഒരു സെക്കൻഡ്. ശരിയാണ്, അത് ശരിയാ. 163 പോലെ 16 ഒരു സെക്കൻഡ് ഞാൻ നോക്കിക്കോളാം. ബാക്കിയുള്ളത് ചെയ്യുക. 11,787 ആകുമ്പോ 163 കോൽ 16 അങ്കുലം കിട്ടും. ആണോ കിട്ടിയത്? അത് കിട്ടി. എന്നിട്ട് ആയം കിട്ടപ്പോ എത്ര കിട്ടി? എങ്ങനെയാ ചെയ്തത്? 163 × 8. 163 16 എന്നുള്ളതാണ്. 163-16 അത് എഴുതിയോ? 163-16/12. അത് ബ്രാക്കറ്റ് ഇട്ടിട്ട് × 8/12. × 8 കൊടുത്തു. × 8/12 കൊടുത്തോ? 12 കൊടുത്തു. അപ്പൊ 163 × 8 16 × 8. ഒരു സെക്കൻഡ്. അങ്ങനെ അതാണ് ഉദ്ദേശിച്ചത് സാറേ, വേറെ ഒന്നല്ല. ഈ സ്റ്റെപ്പ് ശരിയാണോ? അത് ശരിയാണ്. ആണ്. അപ്പൊ എത്ര കിട്ടി? 163 8 കൊണ്ട് പിടിച്ചപ്പോ എത്ര കിട്ടി? 1304. 1304. ഇത് ശരിയാണോ? 128 അതും കിട്ടി. 12 കിട്ടി. അടുത്ത 128 120 എടുത്തോ? 128 24 കൊണ്ട് 5 കോൽ 3 വിരൽ. 5 കോൽ 8 അങ്കുലം. 3 അല്ല. 8 അങ്കുലം. ഓക്കെ, അത് കിട്ടിയോ? അതും കിട്ടി. അപ്പൊ 1304 കൂടെ 5 കൊടുക്കുമ്പോ 1304 + 5 1309 വന്നു. 9 കോൽ 8 അങ്കുലം /12 അല്ലേ? അത് കിട്ടിയല്ലോ. 1309/12 കിട്ടി. ഹരിച്ച എവിടെയാണ് തെറ്റി? 1309 12 കൊണ്ട് ഡിവൈഡ് ചെയ്തോ? ചെയ്തു. 1304 1309 ഹരിക്കണ്ടല്ലേ സാറേ? നമ്മൾ നേരത്തെ ചെയ്ത് നോക്ക്. ഞാൻ ചെയ്തു. 1309 1304 ഇട്ട് പോയി, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ 1304 ഇട്ട 4 കൂട്ടണ്ടേ? മറ്റേ 5 കൂടെ കൂട്ടണ്ടേ? അതാണ് ഇവിടെ തെറ്റ് പറ്റിപ്പോയി. ഇപ്പൊ ബാക്കി ചെയ്ത് നോക്കൂ. 100
ചെയ്ത് തീരുമാനം പറയണം. ആയാദി ഷഡ്ഗുണങ്ങൾ ആയുസ് പക്ഷാന്തരവയം ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ സാറത് വേഗം നോക്കിയാലോ? വേഗം എത്ര കിട്ടി? 1 ആണോ? 1 കറക്റ്റാണ്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുമ്പോ നമുക്ക് കറക്റ്റ് ആണ്. ചെയ്ത് നോക്കും. അപ്പൊ സ്റ്റെപ്പ് ആദ്യം തന്നെത്താനെ സ്റ്റെപ്പ് എഴുതി നോക്കി. കഴിഞ്ഞ അതിനകത്ത് സ്റ്റെപ്പ് നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, അതുപോലെ നോക്കി സ്റ്റെപ്പ് എഴുതാൻ നോക്കുക. കാണിച്ചില്ല, അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാറ്റാവും. തന്നെത്താനോട് എഴുതണം. നമ്മൾ നോക്കി എഴുതിയാൽ മാത്രം ശരിയാവില്ല. തന്നെത്താനോട് എഴുതി ഒരു ഇത് വരണം. ആയം വ്യയം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും വ്യയം കിട്ടിയോ? ചെയ്യാൻ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? വ്യയം ആൻസർ 1 കിട്ടാത്തവര്. വ്യയത്തിന്റെ ആൻസർ 1 എല്ലാവർക്കും കിട്ടിയോ? അപ്പം കിട്ടാത്തവരാരുമില്ല. അപ്പൊ ഓക്കെ, എല്ലാവർക്കും 1 കിട്ടി. ആർക്കും കിട്ടിയില്ലെങ്കിൽ പറയണം. കാരണം ഇപ്പോഴേ സംശയങ്ങള് ക്ലിയർ ചെയ്ത് പോകണം. ആർക്കെങ്കിലും ആയം 1 വ്യയം 1, അത് രണ്ടിന്റെ ആൻസർ കറക്റ്റ് കിട്ടി. എല്ലാവരും കിട്ടിയോ? അപ്പൊ നിങ്ങൾ എഴുതിയ സ്റ്റെപ്പ് ശരിയാണോ നോക്കുക. വ്യയം ഈക്വൽ ടു ഇടരുത്. 163 കോൽ 16 അങ്കുലം -16 × 3/14 ശിഷ്ടമാണ് വ്യയം. ഇതുപോലെ തന്നെ സ്റ്റെപ്പ് തരണം. സമം 160 3 കൊണ്ട് കൂടി 489, 16 3 48 ÷ 14. 48 അങ്കുലത്തില് 2 കോലുണ്ട്. 24 2 48. 2 കോൽ എടുക്കുമ്പോൾ 489 2 491 വരും. അപ്പൊ 491/14 വരും. അതിൽ ശിഷ്ടം കാണണം. അപ്പൊ ഡിവൈഡ് ചെയ്ത് നോക്കണം. ഇവിടെ ഇതുപോലെ ഡിവൈഡ് ചെയ്യണം. 491 ÷ 14. 14 3 42. ബാലൻസ് 7. 1 താത്രകുമ്പോ 71. 14 5 70. ശിഷ്ട 1. അപ്പൊ വ്യയം 1 വരും. സ്റ്റെപ്പ് വേണേൽ ചെക്ക് ചെയ്ത് നോക്കുക. ആരെങ്കിലും സ്റ്റെപ്പ് തെറ്റിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. യോനി ആർക്കെങ്കിലും കിട്ടിയ ആൻസർ?
യോനിയുടെ ആൻസർ കിട്ടിയോ? എനിക്ക് കിട്ടി സാറേ. എത്ര? 3. 3 മാത്രം പറഞ്ഞാൽ മതിയോ? ഇല്ല, എന്താ പറയണം? 1, 3, 5, 7 അല്ലേ? അതിൽ 3 വരുമ്പോ സിംഹയോനി സാറേ. സിംഹയോനി. അത് പ്രത്യേകം അതൊക്കെ അറിഞ്ഞിരിക്കണം. 3 സിംഹമാണ്. 3 സിംഹയോനി. സിംഹയോനി എഴുതിയില്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടൂല. സിംഹയോനി പിന്നെ യോനി 3 അല്ലെങ്കിൽ സിംഹയോനി കിട്ടാത്ത ആരും ഉണ്ടോ? ആരും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകണം. ആ യോനിയുടെ ക്രിയ അവിടെ കാണിച്ചിട്ടുണ്ട്. യോനിയുടെ ആ കാൽക്കുലേഷൻ കാണിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും എല്ലാവരും ചെക്ക് ചെയ്യണം അത് ശരിയാണോ എന്ന്. ഈ സ്റ്റെപ്പ് എല്ലാം എഴുതിയിട്ടുണ്ടോ നോക്കണം. നക്ഷത്രം എത്ര കിട്ടി? എനിക്ക് കിട്ടി ചിത്തിര. ചിത്തിരാന്ന് കിട്ടി സാർ. ചിത്ര നക്ഷത്രം കറക്റ്റ് ആണ്. കിട്ടാത്ത ആരും ഉണ്ടോ? ചിത്ര നക്ഷത്രം എന്നുള്ള കിട്ടാത്ത ആരും ഉണ്ടോ? ഹലോ, ഉണ്ട് സാറ് പറയൂ. ആരാണ്? സനോജോ? കിട്ടിയില്ലേ നക്ഷത്രം? ഇല്ല, ചെയ്തോണ്ടിരിക്കുകയാണോ? ചെയ്തോണ്ടിരിക്കുക. പെട്ടെന്ന് ചെയ്യാൻ പറ്റണോ? ആ സ്റ്റെപ്പ് കറക്റ്റായിട്ട് എഴുതിയാൽ എളുപ്പം എഴുതാൻ പറ്റും. അതിന്റെ സ്റ്റെപ്പ് ചെക്ക് ചെയ്തോ? നക്ഷത്രം എഴുതിയ നക്ഷത്രം കണ്ടുപിടിച്ചതിന്റെ സ്റ്റെപ്പ് എല്ലാം കറക്റ്റ് ആണോ ചെക്ക് ചെയ്താ? 8 ആണോ? വാരം കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചു. ഞായറാഴ്ച. ഞായർ കറക്റ്റാ. 0 ഇഷ്ടം. ഞായറാഴ്ച ബാക്കി എല്ലാവർക്കും കിട്ടിയോ? നക്ഷത്രം എഴുതിയിട്ടില്ല. നക്ഷത്രം എഴുതിയിട്ടില്ല. നക്ഷത്രമാണ് ഇപ്പൊ ബോഡി കാണിച്ചേക്കുന്നത്. ചിത്തിര. ഒരു മിനിറ്റ് ചെയ്തിട്ടെ. അത് നോക്കി എന്താണ് ചെയ്യണം?
തെറ്റിപ്പോയി സാറേ. നക്ഷത്രം എല്ലാവരും എഴുതിയോ? അടുത്ത വാരം. സ്റ്റെപ്പ് എല്ലാം കറക്റ്റായിട്ട് എഴുതണം. അപ്പം വാരത്തിന് ശിഷ്ടം 0 വന്നു. ശിഷ്ടം 0 വാരം എത്രയാണ്? വാരം സമം 0.8. അപ്പൊ മൂളി കിടപ്പുണ്ട്. അപ്പൊ 1 വരും. 1 ഇപ്പൊ ഞായറാഴ്ച വരും. 1309 8 കിടപ്പുണ്ട്. ആ 8 എഴുതണം. 0.8 എഴുതണം. 0 മാത്രം എഴുതിയാൽ പോരാ. 0.8 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ ഞായറാണ്. സ്റ്റെപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാവരും. വാരം കഴിഞ്ഞാൽ തിഥി. തിഥി ചെയ്ത് കഴിഞ്ഞവര് പറയുക അതിലുണ്ടെങ്കിൽ. ഞാൻ ചെയ്ത് കഴിഞ്ഞ 5 കിട്ടും സാർ. 5 ഏത് പക്ഷം? അത് പഠിച്ചിട്ട് ഇല്ല കറക്റ്റ്. 5-ാമത്തെ ആണെന്ന് മാത്രം. അല്ല 5-ാമത്തെ ആദ്യത്തെ വെറും 5 അതോ 20 കിട്ടിയത്? 20 ആണെങ്കിൽ 2-ാമത്തെ പക്ഷത്തിലെ 5 അതായത് കറുത്ത പക്ഷത്തിലെ 5 5 ആണെങ്കിൽ വെളുത്ത പക്ഷത്തിലെ 5 15 വരെയുള്ള വെളുത്ത പക്ഷമാണ്. 15 കഴിഞ്ഞാൽ പിന്നെ 16 എന്ന് പറഞ്ഞാൽ 19.8 കിട്ടിയത്. അത് കഴിഞ്ഞപ്പോ 4.8 15 മൈനസ് ചെയ്തപ്പോ 5 19.8 അത് 20 ആവും. 20 മൈനസ്. അപ്പൊ അങ്ങനെ വരുമ്പോ അവരെ പക്ഷം കറുത്ത പക്ഷത്തിലെ പഞ്ചമിയാണ്. ഒന്നുകൂടെ പറഞ്ഞുതരോ? ആൻസർ എത്ര കിട്ടി? ആൻസർ കിട്ടിയോ? 1304 പ്ലസ് 5 അല്ലേ? ശരിയാ. 5 അല്ല 6 അല്ലേ? അല്ല 5. നോക്കാം തിഥി. അപ്പൊ 1309.8 വരും. 1309-നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 40. ഇത് നോക്കുക. പിന്നെ സ്റ്റെപ്പ് ചെയ്തൊക്കെ നോക്കുക. തിഥിയുടെ 163-16-നെ 8 കൊണ്ട് ഗുണിച്ചിട്ട് 30 കൊണ്ട് ഹരിക്കണം. ശിഷ്ടമാണ് തിഥി. അപ്പൊ 1306/128/30. അതും കിട്ടി. 1309 വന്നു. ഈ സ്റ്റെപ്പ് കിട്ടിയോ? അത് കിട്ടി. അപ്പൊ 128 എന്ന് പറയുമ്പോ അതിന് 5 എടുക്കണം. 5 പോലെ എടുക്കണം. അപ്പൊ 1305 1309. ബാക്കി 8 അംഗലൊക്കെ അവിടെ കിടക്കും. ബൈ 30. അതെ, അത് കിട്ടിയോ? അതും കിട്ടി. അപ്പൊ 1309-നെ 30 കൊണ്ട് ഹരിക്കണം. 34 120 10 9 109 33 90
ബാക്കി 19. അപ്പൊ 19 8 ഒരു തിരി. 19 8 എന്ന് പറഞ്ഞാൽ 20 എടുക്കണം. 20 വരുമ്പോ 15 കഴിഞ്ഞിട്ട് 15 വരെ കറുത്തപക്ഷമാണ്. അപ്പൊ 16 17 അങ്ങനെ പോകുമ്പോൾ 20 ആകുമ്പോ 5 വരും. 16 ഒന്നാണ്. 16 1 17 2 18 3 19 4 20 5 ആവും. 5 എന്ന് പറയുമ്പോൾ പഞ്ചമി. അത് കറുത്ത പക്ഷത്തിലെ പഞ്ചമി. 15 കഴിഞ്ഞാൽ വരുന്നത്. അതുകൊണ്ട് 15 മുമ്പ് വരുവാണെങ്കിൽ വെളുത്ത പക്ഷം വരും. 15 കഴിഞ്ഞാൽ 15 മൈനസ് 5 അല്ല 20 മൈനസ് 20 മൈനസ് 15 അപ്പൊ 5 വരും. അല്ല 15 കഴിഞ്ഞാൽ പിന്നെ 15 വരെ പിന്നെ വെളുത്ത പക്ഷമാണ്. 16 മുതൽ കറുത്ത പക്ഷമാണ്. 16 എന്ന് പറഞ്ഞാൽ കറുത്ത പക്ഷത്തിലെ 1 ആണ്. 17 എന്ന് പറയുമ്പോൾ കറുത്തപക്ഷം 2 വരും. 18 കറുത്തപക്ഷം 3 വരും. 19 കറുത്തപക്ഷം 4. 20 ആണ് ഇപ്പൊ വന്നിരിക്കുന്നത് കറുത്തപക്ഷം 5. 5 എന്ന് പറഞ്ഞാൽ പഞ്ചമി. അപ്പൊ കറുത്തപക്ഷത്തിലെ പഞ്ചമി. മനസ്സിലായോ? ഹലോ സരോജാണെന്ന് തോന്നുന്നു. മനസ്സിലായോ? ഓക്കെ. അപ്പം ആയാദി ഷഡ്വർഗങ്ങളെല്ലാം കണ്ടു. അടുത്ത ആയുസ്സും കാണുക. ആയുസ്സും പക്ഷാന്തരവും കാണുക. ഇവിടെ ആയുസിന് പ്രത്യേകം ശ്രദ്ധിക്കണം. ശിഷ്ടമല്ല എടുക്കേണ്ട, ഹരണഫലമാണ്. ആയുഷിന്റെ സ്റ്റെപ്സ് എഴുതിയിട്ടുണ്ട്. വേണം ചെക്ക് ചെയ്ത് നോക്കാം. 1309 എങ്ങനെ ഹരിച്ചു? 1309 27 കൊണ്ട് ഹരിക്കണം. 4 ഇട്ടപ്പോ 108 വന്നു. ഏതാ 4 കൊണ്ട് നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളോ? നോക്കാം. അത് ഹരണം മാത്രം കാണിച്ചാൽ മതി. ഹരിക്കല് മാത്രം പറഞ്ഞു തന്നാൽ മതി. 1309 ഹരിക്കണം. നോക്കാം. തന്നെ ഇവിടെ 1327 അടിച്ചിട്ടുണ്ട്. 48 കിട്ടിയിട്ടുണ്ട്. നോക്കി എങ്ങനെയാണ് നോക്കൂ. 108 വന്നു. 108 229. അപ്പൊ 226 216. ഓക്കെ. ഹരണഫലം 48 വരുന്നത്. 48
5 കൂടുതലാണെങ്കിൽ 5 കൊണ്ട് ഹരിച്ചിട്ട് ശിഷ്ടം നോക്കണം. ഭരണഫലം. ആയുസ് കണ്ടവര് പക്ഷാന്തരവയം കാണണം. ഇവിടെ രണ്ടുപേരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, വേറെ ആരും ഇല്ലേ ക്ലാസ്സിൽ? ആയുസ് എല്ലാവരും എഴുതി വിചാരിക്കുന്നു. പക്ഷാന്തരവയം ചുറ്റളവിനെ കോലകുലാക്കിയിട്ട് 9 കൊണ്ട് കുടിച്ച് 10 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് പക്ഷാന്തരവയം. പക്ഷാന്തരം കണ്ടുകഴിഞ്ഞ സ്റ്റെപ്പ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും എഴുതിയല്ലോ? സംശയമുണ്ടോ ആർക്കെങ്കിലും? ആയാദി ഷഡ്വർഗങ്ങളും ആയുസ്സും പക്ഷാന്തരവയവും കാണുന്നതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിനകത്ത് ആ കൈക്കണക്ക് പട്ടികയിൽ നമുക്ക് ഇഷ്ടം പോലെ എക്സാമ്പിൾ ഉണ്ട്. എല്ലാത്തിനും ആയുസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആയുസ് മാത്രം വേറെ കാണണം. ആയുസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആയുസ്സിന് ഹരണഫലം കണ്ട് ചെയ്യുക. അപ്പം എത്രത്തോളം എപ്പോഴും വെറുതെ ഈ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ നോക്കി എഴുതുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്യണം. ചെയ്യുമ്പോൾ ആൻസറൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. ആയുസ് ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും ആൻസർ ഇതിൽ കിടപ്പുണ്ട്. അപ്പൊ അത് ശരിയാണോ ചെക്ക് ചെയ്യണം. എന്തെങ്കിലും സംശയം കൊണ്ട് അടുത്ത ക്ലാസ് വരുമ്പോൾ ചോദിക്കാം. ഇതിൽ കരണം കാണിച്ചിട്ടുണ്ടല്ലോ. കരണമുണ്ട്. പക്ഷെ കരണം നമ്മൾ ഇത്രയും പ്രധാനമായിട്ട് നോക്കിയാൽ മതി. അപൂർവ ജല്ല് കരണം നോക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ സാധാരണ കരണം കൂടുതൽ ഈ ആയാദി ഷഡ്വർഗങ്ങളും ആയുസ്സും പക്ഷാന്തരവും മാത്രം നോക്കാറുള്ളൂ. അപ്പോഴ് നമ്മൾ ആദ്യത്തെ പുസ്തകം കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത നമ്മൾ ദീർഘവിസ്താരം എന്നുള്ള ചാപ്റ്ററാണ്. രണ്ടാമത്തെ പുസ്തകം ആണ്. പുസ്തകം എല്ലാവരും കാണുന്ന വിചാരിക്കുന്നു. അപ്പൊ ദീർഘവിസ്താരം എന്നുള്ള അടുത്ത ചാപ്റ്ററാണ് ഇനി എടുക്കാൻ പോകുന്നത്. ഇതിൽ 1-2 കണക്കും കൂടി ഹോംവർക്ക് പോലെ ചെയ്യാനിട്ട് വന്നാലേ. അല്ല, ഞാൻ പറഞ്ഞല്ലേ, ഇത് ഈ കൈക്കണക്ക് പട്ടികയിലെ ഒരു 100 കണക്കെങ്കിലും കാണും. നിങ്ങൾ ചെയ്ത് നോക്കില്ല. അതിനകത്തെല്ലാം ഉണ്ട്. കോലമ്പിലും ഉണ്ട്, സെന്റിമീറ്റർ ഉണ്ട്, പിന്നെ
യോനിയുണ്ട്, ആയമുണ്ട്, വ്യയമുണ്ട്, എല്ലാം അതിനകത്തുണ്ട്. ആൻസർ എല്ലാം കിടപ്പുണ്ട്. അപ്പൊ ചെയ്തു നോക്കുക. ഓരോന്ന് എത്ര ഏത് വേണമെങ്കിലും ചെയ്തു നോക്കാം. സാർ നമുക്ക് ഇതിലെല്ലാം എടുക്കണം. ഇതിൽ ശരിക്കും പറഞ്ഞു ഇല്ല, ആയം, വ്യയം, നക്ഷത്രം ഏകദേശം പോരെ, എല്ലാം എടുക്കണ്ടേ? 8 പഠിക്കേണ്ടി വരും. ആയം, വ്യയം, യോനി, നക്ഷത്രം, ഈ ആയാദി ഷഡ്വർഗങ്ങളും ആയുസ്സും പക്ഷാന്തരവയോ ഇത്രയും കാണുന്നതിന്റെ ഫോർമുല പഠിച്ചിരിക്കണം. എല്ലാം 8 പഠിക്കണം അല്ലേ? 8 പഠിക്കണം. 8 പഠിക്കേണ്ടതുള്ളൂ. കാരണം 27 കാര്യങ്ങളാണ് ശരിക്കും ഉള്ളത്. അതിലിപ്പോ നമ്മൾ സാധാരണയായിട്ട് 8 കാര്യങ്ങളെ നോക്കുന്നുള്ളൂ. ബാക്കി 19 എണ്ണവും ഇപ്പൊ അങ്ങനെ നോക്കാറില്ല. അപ്പം നമ്മളടുത്ത ദീർഘവിസ്താരം എന്നുള്ള ചാപ്റ്ററിലോട്ട് പോവാണ്. ദീർഘവിസ്താരം എന്ന് പറയുമ്പോൾ ഒരു വീടിന്റെ സാറേ ഇത് അധ്യായത്തിൽ 9 കൊടുത്തേക്കണേ. നമുക്ക് ഇവിടെ 8 സാറിപ്പോ കാണിച്ചത്. പുസ്തകത്തിലെ നോക്കണ്ട. അത് അനുബന്ധം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കൈക്കണക്ക് പട്ടിക എല്ലാം കൂടെ ഒരു ചാപ്റ്റർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് പുസ്തകത്തിൽ. കൈക്കണക്ക് പട്ടികയും വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇനി പഠിക്കാനുള്ളതൊക്കെ ഉണ്ട്. അതെല്ലാം കൂടി ഒരു പട്ടികയായിട്ട് കൊടുത്തേക്കാണ്. അനുബന്ധ പട്ടിക എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ആയിട്ട് കൊടുത്തേക്കുക. അപ്പൊ ഇവിടെ അത് നമുക്ക് ചാപ്റ്റർ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. 58-ാമത്തെ പേജ് അധ്യായം 8 അനുബന്ധം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില്ല. അതിന് പകരം അധ്യായം 8 ദീർഘവിസ്താരമാണ്. അപ്പൊ ദീർഘവിസ്താരം എന്ന് പറയുമ്പം നമുക്കറിയാം, ദീർഘം എന്ന് വെച്ചാൽ നീളം, വിസ്താരം എന്ന് വെച്ചാൽ വീതി. അപ്പൊ ഒരു വീടിന്റെ ഏറ്റവും ഉത്തമമായ നീളവും വീതിയും കണ്ടുപിടിക്കുക. ഒരു വീടിനുള്ള ചുറ്റതിന്റെ ഏരിയ ഒക്കെ അറിയാമെങ്കിൽ ഇപ്പൊ 1000 സ്ക്വയർ ഫീറ്റ് 1500 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള ഒരു വീട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് പല നീളത്തിലും വീതിയിലും ചെയ്യാം. അപ്പൊ അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള നീളവും വീതി ഏതാണ്? വാസ്തുശാസ്ത്ര വിധി പ്രകാരം ഏറ്റവും ഉത്തമമായിട്ടുള്ള നീളവും വീതി ഏതാണ്? ഏരിയ അല്ലെങ്കിൽ അതിന്റെ വിസ്തീർണം അറിയാമെങ്കിൽ കാരണം നമുക്കറിയാം 1000 സ്ക്വയർ ഫീറ്റ് അല്ലെ 1000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു വീടിന്റെ നീളവും വീതിയും 10000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു വീടിന്റെ നീളവും വീതിയും വ്യത്യാസം കാണും. അപ്പൊ അതുകൊണ്ട് ഓരോന്നിന്റെ ഏരിയ അനുസരിച്ചാണ് നമ്മൾ നീളവും വീതിയും കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് വിസ്തീർണം അനുസരിച്ച് ഏറ്റവും ഉത്തമമായ ഒരേ വിസ്തീർണത്തിൽ തന്നെ പല നീളത്തിലും വീതിയിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള വാസ്തുശാസ്ത്ര വിധി പ്രകാരം ഏറ്റവും ഉത്തമമായിട്ടുള്ള നീളവും വീതി ഏതെന്ന് കണ്ടുപിടിക്കുന്ന ഈ ചാപ്റ്റർ ദീർഘവിസ്താരം. അതുകൂടാതെ പിന്നെ കുറച്ച് പൊക്കത്തിന്റെ കാര്യമൊക്കെ വരുന്നുണ്ട്, അത് പിന്നെ വരും. ദീർഘവിസ്താരത്തിൽ പ്രധാനമായിട്ടുള്ളത് ഒരു വാസ്തുമണ്ഡലത്തിന്റെ അളവുണ്ടെങ്കിൽ ആ വാസ്തുമണ്ഡലത്തിൽ ചെയ്യാവുന്ന വീടിന്റെ ഉത്തമമായ നീളം എത്രയാണ്, ഉത്തമമായ വീതി എത്രയാണ്, അത് കണ്ടുപിടിക്കാണ്. അത് വേറെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അത് പ്രധാനപ്പെട്ടായിട്ട് ഈ ചാപ്റ്റർ ഉള്ളത് ഉത്തമമായ നീളവും ഉത്തമമായ വീതിയാണ്. അപ്പം ഇത് വേണേൽ നമുക്ക് നോട്ട് ചെയ്യാം. പുസ്തകത്തിൽ കാണുന്നത് ഗ്രഹത്തിന്റെ ഉത്തമമായ നീളവും ഉത്തമമായ വീതിയും ആണ് ദീർഘവിസ്താരങ്ങൾ എന്ന് പറയുന്നത്. ദീർഘവിസ്താരം എന്ന് പറയുമ്പോൾ ഈ ചാപ്റ്ററിന്റെ പേര് ദീർഘവിസ്താരം എന്നാണ്. ഗ്രഹത്തിന്റെ ഉത്തമമായ നീളവും ഉത്തമമായ വീതിയും. ദീർഘം എന്ന് പറയുമ്പോൾ നീളം, വിസ്താരം എന്ന് പറയുമ്പോൾ വീതി. വിസ്താരവും വിസ്തീർണവും തമ്മിൽ മാറരുത്. വിസ്താരം വീതിയാണ്, വിസ്തീർണം എന്ന് വെച്ചാൽ ഏരിയ ആണ്. ഇതിന് 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഉത്തമമായ നീളവും ഉത്തമമായ വീതിയും കാണുന്നതിന് 2 കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന് ഗുണാംശ തത്വം, 2 പദയോനി തത്വം. ഈ 2 തത്വങ്ങൾ ആസ്പദമാക്കിയാണ് അല്ലെങ്കിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ വീടിന്റെ ഉത്തമമായ നീളവും ഉത്തമമായ വീതിയും കാണുന്നത്. എന്താണ് ഗുണാംശ തത്വം, എന്താണ് പദയോനി തത്വം നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യം നമ്മൾ ഗുണാംശ തത്വം എടുക്കുകയാണ്. ഗുണാംശ തത്വപ്രകാരം വീടിന്റെ നീളത്തിന്റെ, അതായത് ഇപ്പൊ നീളവും വീതിയും തുല്യമാണെങ്കിൽ, അത് 4 വിധത്തിലുണ്ട്. ഒന്ന്
നീളവും വീതിയും തുല്യമായിട്ട് വരിക. നീളവും വീതിയും തുല്യമാണ് അതിന്റെ സമതതം എന്ന് പറയും. ദീർഘവും വിസ്താരവും തുല്യം, സമതതം. ഒരു വീടിന്റെ നീളവും വീതിയും അല്ലെങ്കിൽ ദീർഘവും വിസ്താരവും തുല്യമായിട്ട് വരികയാണെങ്കിൽ സമതതമാണ്. ഇനി വീതിയുടെ 1.25 ഇരട്ടി നീളം വന്നാൽ, ഉദാഹരണം ഇപ്പൊ ഇവിടെ ദീർഘവും വിസ്താരവും തുല്യം വെച്ചപ്പോ 1000 സെന്റിമീറ്റർ നീളവും 1000 സെന്റിമീറ്റർ വീതിയും, അതാണ് ദീർഘവും വിസ്താരവും തുല്യം. മറ്റേ വീതിയുടെ 1.25 ഇരട്ടി നീളം എന്ന് പറഞ്ഞാൽ വീതി 1000വും നീളം 1250. വീതി 1000 ആണ്, അതിന്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ 250 ആണ്. 1000 250 1250. അപ്പൊ വീതി 1000വും നീളം 1250 വരികയാണെങ്കിൽ വീതിയുടെ കാൽഭാഗം കൂടുതൽ നീളം വരും. അല്ലെങ്കിൽ അതായത് വിസ്താരത്തിന്റെ കാൽഭാഗം കൂട്ടി ദീർഘം എടുക്കണം. വിസ്താരത്തിന്റെ വീതിയാണ്, വീതി എത്രയാണോ അതിന്റെ 25% കൂട്ടി നീളം എടുക്കണം. അത് കാൽഭാഗം കൂടെ കൂടി നീളം എടുക്കണം. അതായത് വീതി 1 ആണെങ്കിൽ നീളം 1.25 × b. അതിനാണ് പാദാധികം എന്ന് പറയുന്നത്. പാദം എന്ന് വെച്ചാൽ കാൽ, പാദം എന്ന് വെച്ചാൽ കാലാണ്. അപ്പൊ കാൽ ഭാഗം അധികം, പാദാധികം. അപ്പൊ വീടിന്റെ നീളവും വീതിയും തുല്യമാണെങ്കിൽ സമതതം, വീതിയുടെ 1.25 ഇരട്ടി നീളമാണെങ്കിൽ പാദാധികം. ഇനി ഇതുപോലെ വീതിയുടെ 1.5 ഇരട്ടിയാണ് നീളമെങ്കിൽ അതിന് അർത്ഥാധികം എന്ന് പറയും. വിസ്താരത്തിന്റെ അല്ലെങ്കിൽ വീതിയുടെ പകുതി കൂട്ടി ദീർഘം. അതായത് വീതിയുടെ 1.5 ഇരട്ടി. വീതി 1000 ആണെങ്കിൽ നീളം 1500. വീതി 1000 ആണെങ്കിൽ അതിന്റെ 1.5 ഇരട്ടി നിന്നുമ്പോൾ 1500 ഒരു നീളം. അപ്പൊ അങ്ങനെ വരുന്നതിനാണ് അർത്ഥാധികം. അപ്പൊ നീളവും വീതിയും തുല്യമാണെങ്കിൽ സമതതം, വീതിയുടെ 1.25 ഇരട്ടി നീളം വന്നു കഴിഞ്ഞാൽ പാദാധികം, വീതിയുടെ 1.5 ഇരട്ടി നീളം വന്നു കഴിഞ്ഞാൽ, അതായത് വിസ്താരത്തിന്റെ പകുതി ഭാഗം കൂട്ടി ദീർഘം വന്നു കഴിഞ്ഞാൽ അർത്ഥാധികം. ഇനി വീതിയുടെ 1.25 ഇരട്ടി നീളം വന്നാൽ അതിന് പാദോനം എന്ന് പറയും. വീതിയുടെ 1.25 ഇരട്ടി നീളം, അതായത് വിസ്താരത്തിന്റെ 1/4 ഭാഗം കൂട്ടി ദീർഘം, വിസ്താരത്തിന്റെ 1/4 ഭാഗം കൂട്ടി ദീർഘം, അതിന് പാദോനം. അപ്പൊ ഇങ്ങനെ 4 വിധത്തിൽ ഉള്ള ദീർഘവിസ്താരങ്ങളുടെ ഇതുണ്ട് ഗുണാംശ തത്വപ്രകാരം. 1, നീളവും വീതിയും തുല്യമാണെങ്കിൽ സമതതം, വീതിയുടെ 1.25 ഇരട്ടി നീളമാണെങ്കിൽ പാദാധികം, വീതിയുടെ 1.5 ഇരട്ടി നീളമാണെങ്കിൽ അർത്ഥാധികം, വീതിയുടെ 1.25 ഇരട്ടി നീളമാണെങ്കിൽ പാദോനം. ഇത് മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കുക, ചുറ്റളവിന്റെ പകുതിയെ 8 കൊണ്ട് ഭാഗിക്കുന്നു. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ അറിയാം, നീളവും വീതിയും കൂടെ കൂട്ടി 2 കൊണ്ട് ഗുണിക്കുന്നതാണ്. നീളം പ്ലസ് വീതി × 2. അപ്പൊ ചുറ്റളവിന്റെ പകുതി എന്ന് പറഞ്ഞാൽ നീളം പ്ലസ് വീതിയാണ്. അത് ക്ലിയർ ആയി കാണാം. ചുറ്റളവിന്റെ പകുതി എന്ന് പറയുമ്പോൾ നീളവും വീതിയും കൂടെ കൂട്ടുന്ന, നീളവും വീതിയും കൂടെ കൂട്ടി 2 കൊണ്ട് ഗുണിക്കുന്നതാണ് ചുറ്റളവ്. അപ്പൊ ചുറ്റളവിന്റെ പകുതി എന്ന് പറയുമ്പോൾ നീളവും വീതിയും കൂടെ കൂട്ടുക. അപ്പൊ ചുറ്റളവിന്റെ പകുതിയെ നമ്മൾ 8 കൊണ്ട് ഭാഗിച്ചു എന്നിരിക്കട്ടെ. 8 കൊണ്ട് ഭാഗിച്ചിട്ട് 4 ഭാഗം വീതിയായിട്ടെടുത്തു, ബാക്കി ദീർഘമായിട്ടെടുത്തു. അപ്പം 8 കൊണ്ട് ഭാഗിച്ചിട്ട് 4 വീതി എടുത്താൽ ബാക്കി 4 ആയിരിക്കും. 8ൽ 4 കഴിഞ്ഞാൽ ബാക്കി 4 ഉണ്ട്. അപ്പൊ 4 ഭാഗം വീതിയും ബാക്കി ദീർഘം എന്ന് വെച്ചാൽ 4 വീതിയും 4 ദീർഘവും വരും. അപ്പൊ അത് സമതതമാണ്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ചുറ്റളവിന്റെ പകുതി എന്ന് പറഞ്ഞാൽ നീളം പ്ലസ് വീതി, നീളം പ്ലസ് വീതിയാണ് ചുറ്റളവിന്റെ പകുതി. അതിന് 8 കൊണ്ട് ഭാഗിച്ചിട്ട് 4 ഭാഗം നമ്മൾ വീതിയായിട്ട് എടുക്കുന്നു. ബാക്കി എത്ര ഉണ്ട്? 8ൽ 4 കഴിഞ്ഞാൽ ബാക്കി 4. അപ്പൊ 4 ഭാഗം വീതി 4 ഭാഗം നീളവും. അതിനാണ് അപ്പൊ നീളവും വീതിയും തുല്യമായിട്ട് വരും. അതിനാണ് സമതതം എന്ന് പറയുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്യുക. അതുപോലെ ചുറ്റളവിന്റെ പകുതിയെ 9 കൊണ്ട് ഭാഗിച്ചു എന്നിരിക്കട്ടെ. ഇതിപ്പോ 8 കൊണ്ടാണ്. 9 കൊണ്ട് ഭാഗിച്ചിട്ട് വിസ്താരം എപ്പോഴും 4 ആണ്. 4 ഭാഗം വിസ്താരം എടുത്താൽ 9ൽ നിന്ന് 4 പോയാൽ ബാക്കി 5 വരും. അപ്പൊ 4 വിസ്താരവും 5 നീളവുമായിട്ട് എടുക്കും. 4ന്റെ കൂടെ 4ന്റെ 4/1 1. അപ്പൊ 4ന്റെ കൂടെ 4/4 കൂടെ കൂട്ടി, അതായത് 1/4 ഭാഗം കൂട്ടി നീളം എടുക്കുക. അപ്പൊ അതിനാണ് പാദാധികം. അതായത് ചുറ്റളവിന്റെ പകുതിയെ 9 കൊണ്ട് ഭാഗിക്കുക. അപ്പൊ 4 5 വരെ 4 ഭാഗം വീതി എടുക്കുന്നു, ബാക്കി 5 ഭാഗം നീളം എടുക്കുന്നു.
അപ്പൊ 5 4 വ്യത്യാസം 1 അതായത് വീതിയുടെ 4/1. ചുറ്റളവിന്റെ പകുതി 9 കൊണ്ട് ഭാഗിച്ച് 4 ഭാഗം വിസ്താരവും ബാക്കി ദീർഘവും. 4 ഭാഗം വിസ്താരം എടുത്താൽ ബാക്കി 5 ദീർഘം വരും. അപ്പൊ 4 വീതി 5 ദീർഘവും വരുമ്പോൾ വീതിയുടെ 1.25 ഇരട്ടി നീളം വരും. അതിനാണ് പാദാധികം. ഇനി ചുറ്റളവിന്റെ പകുതിയെ 10 കൊണ്ട് ഭാഗിച്ചു തിരിക്കട്ടെ. 10 കൊണ്ട് ഭാഗിച്ചിട്ട് 4 വീതി എടുത്താൽ ബാക്കി 6 വരും നീളം. 4 6 4ന്റെ പകുതി കൂടെ കൂട്ടുന്നതാണ് 6. 4 2 6. അപ്പം ചുറ്റളവിന്റെ പകുതിയെ 10 കൊണ്ട് ഭാഗിച്ചിട്ട് 4 ഭാഗം വീതിയും ബാക്കി ദീർഘമായിട്ട് എടുക്കുന്നത് അർത്ഥാധികമാണ്. ചുറ്റളവിന്റെ പകുതിയെ 10 കൊണ്ട് ഭാഗിച്ചിട്ട് 4 ഭാഗം വീതി, 10ൽ 4 കഴിഞ്ഞാൽ ബാക്കി 6 ഉണ്ട്. അപ്പം 4ന്റെ 1.5 ഇരട്ടിയാണ് 6. അപ്പം വീതിയുടെ 1.5 ഇരട്ടി ദീർഘം വരും. അതിനാണ് അർത്ഥാധികം. ഇനി പാദോനം എന്ന് പറഞ്ഞാൽ ചുറ്റളവിന്റെ പകുതിയെ 11 കൊണ്ട് ഭാഗിക്കണം. 11 കൊണ്ട് ഭാഗിച്ച് 4 വീതി എടുത്തു കഴിഞ്ഞാൽ ബാക്കി 4 കഴിഞ്ഞ് 7 വരും. 4ന്റെ കൂടെ മുക്കാലും കൂടെ 4ന്റെ മുക്കാൽ ഭാഗം 3 ആണ്. 4 3 7. അപ്പം 4ന്റെ മുക്കാലൂടെ കൂട്ടുന്നതാണ് 7. അപ്പം 4 ഭാഗം വീതിയും ബാക്കി ദീർഘം എടുക്കുന്നതിനാണ് പാദോനം. അത് മുക്കാൽ ഭാഗം വീതിയുടെ മുക്കാൽ ഇരട്ടി കൂടെ കൂട്ടുന്ന നീളം. വീതി 1000 ആണെങ്കിൽ 1750 നീളം വരും. പകുതിയെ 11 കൊണ്ട് ഭാഗിച്ച് 4 ഭാഗം വിസ്താരവും ബാക്കി 7 ദീർഘവും വരും. അപ്പൊ 4ന്റെ കൂടെ 4ന്റെ മുക്കാൽ ഭാഗം കൂടെ കൂട്ടുന്നതാണ് 4 3 7 വരും. അതാണ് പാദോനം. ഇത് ഇത്രയും മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു. ഇനി ഇവിടെ നമ്മൾ ഇങ്ങനെ 4 വിധത്തിലുള്ളതില് ഇപ്പൊ ഇവിടെ വേറെ ഇത് കൂടെ നോക്കാം. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അറിഞ്ഞിരിക്കണം. അതായത് ചുറ്റളവിന്റെ പകുതി ഇപ്പൊ ഈ കുറെ നമ്പർ കാണിച്ചിട്ടുണ്ട്. 8 12 16 20 24 28 32 ഇങ്ങനെ 32 കഴിഞ്ഞാൽ പിന്നെ 4 വെച്ച് കൂടിപ്പോവും. 32 36 40 44 എന്നിങ്ങനെ 4 വെച്ച് കൂട്ടിയെടുത്താൽ നമ്മൾ ചുറ്റളവിന്റെ പകുതി എടുത്തിട്ട് ആ പകുതിയെ ഇതിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഭാഗിച്ചിട്ട് 4 ഭാഗം വീതി എടുത്ത് ബാക്കി നീളം എടുത്താൽ അതെല്ലാം അതൊക്കെ സമതലമായിരിക്കുന്ന നോക്കും. അതായത് ചുറ്റളവിന്റെ പകുതി 8 12 എന്നീ അംശങ്ങൾ സമതലമാണ്. അതുപോലെ 9 13 എന്ന് പറയുന്നതെല്ലാം അത് 4 വീതം കൂട്ടി 9 മുതൽ 4 വീതം കൂട്ടി എഴുതുന്നു. എന്നീ അംശങ്ങൾ പാദാധികം. 10 മുതലാണെങ്കിൽ എന്നീ അംശങ്ങൾ അർത്ഥാധികം. 11 മുതലാണെങ്കിൽ എന്നീ അംശങ്ങൾ പാദോനം. ഇതൊന്നും അത്ര പ്രാധാന്യമില്ല. ഇത് അറിഞ്ഞിരുന്ന ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതൊക്കെ കണക്ക് ചെയ്യുന്നതിനും ഈ നീളോപീതി കണ്ടുപിടിക്കുന്നതിന് ഇതിന് വലിയ പ്രാധാന്യമില്ല. അപ്പം അതായത് മുകളിൽ കൊടുത്തിട്ടുള്ള അംശങ്ങളിൽ ഏതുകൊണ്ടും ചുറ്റളവിന്റെ പകുതിയെ ഭാഗിക്കണം. ഉദാഹരണം പാദോനം നോക്കുക. ചുറ്റളവിന്റെ പകുതിയെ 11 കൊണ്ട് ഭാഗിക്കുന്നു. 11 കൊണ്ട് ഭാഗിച്ച് കിട്ടുന്നതിൽ 4 ഭാഗം വീതിയും ബാക്കി 7 നീളവുമായിട്ട് വരും. 4 7. അപ്പം 1/4 ഇരട്ടി 1.25 ഇരട്ടി. അപ്പൊ അത് പാദോനം എന്ന് വരും. അപ്പൊ അങ്ങനെയാണ് ഓരോന്നും എടുക്കുന്നത്. അർത്ഥാധികമാണെങ്കിൽ 10 ആയിട്ട് ഭാഗിക്കുന്നു. ചുറ്റളവിന്റെ പകുതിയെ 10 കൊണ്ട് ഭാഗിച്ചിട്ട് 4 വീതിയായിട്ട് എടുക്കുന്നു. 4 എടുത്താൽ ബാക്കി 6 ആണ്. 4 6. അപ്പൊ 4ന്റെ 1.5 ഇരട്ടിയാണ് 6. അതാണ് അർത്ഥാധികം. അപ്പൊ മുകളിൽ കൊടുത്തിട്ടുള്ള അംശങ്ങളിൽ ഏതുകൊണ്ടും ചുറ്റളവിന്റെ പകുതിയെ ഭാഗിച്ചാൽ 4 ഭാഗം വിസ്താരവും ബാക്കി ദീർഘവുമാണ്. അടുത്തത് സമതലത്തിനും പാദാധികത്തിനും ഇടയ്ക്ക് വരുന്ന അനുപാതങ്ങളും സമതലമാണ്. അതായത് നമുക്കറിയാം, ഇപ്പൊ നീളവും വീതി, നീളത്തിനെ വീതി കൊണ്ട് ഭാഗിക്കുമ്പോൾ 1 വന്നാൽ സമതലമാണ്, 1.25 വന്നാൽ പാദാധികമാണ്. ഇനി കറക്റ്റ് ചിലപ്പം ഇപ്പൊ 1000 സെന്റിമീറ്റർ നീളവും 1000 സെന്റിമീറ്റർ വീതിയാണ്. 1000 / 1000 1 ആണ്. അപ്പൊ അത് സമതലമാണ്. അതുപോലെ 1000
വീതി 1250 നീളമാണെങ്കിൽ 1250 ഡിവൈഡ് ബൈ 1000 1/4 വരും, പാദാധികമാണ്. പക്ഷെ ഇതിനിടയ്ക്കും വരാം, ചിലപ്പോൾ 1100 നീളവും 1000 വീതിയും വരാം. കറക്റ്റ് നമ്മൾ ഇങ്ങനെ അപ്പൊ 1100 നീളവും 1000 വീതിയാണ്. 1100 ഭാഗം 1000 1.1 വരും. നീളത്തെ വീതി കൊണ്ട് ഭാഗിക്കുമ്പോൾ 1.1 വരും. അപ്പൊ അത് 1 കഴിഞ്ഞു, പക്ഷെ 1/4 ആയില്ല. അപ്പൊ അങ്ങനെ വരുന്നതും സമതതം തന്നെയാണ്. സമതതം കഴിഞ്ഞാലും പാദാധികം എന്ന് പറയുന്നത് 1/4 ആവുമ്പോഴേ പാദാധികം ആവുള്ളൂ. 1/4 തൊട്ട് 1.245 ആയാലും അല്ലെങ്കിൽ 1.249 ആയാലും അതും സമതതമാണ്. 1.25 ആകുമ്പോഴേ നീളത്തെ വീതി കൊണ്ട് ഭാഗിക്കുമ്പോൾ 1.25 ആയാലേ പാദാധികമാവുള്ളൂ. അതുപോലെ 1.5 ആയാലേ അർത്ഥാധികമാവുള്ളൂ. അതുപോലെ 1.75 ആയാലേ പാദോനമാവുള്ളൂ. അതാണ് നീളത്തെ വീതി കൊണ്ട് ഭാഗിക്കുമ്പം പാദാധികത്തിനും സമതതത്തിനും പാദാധികത്തിനും ഇടയ്ക്ക് വരുന്ന എല്ലാം സമതതമാണ്. അതായത് L/B നീളം ഡിവൈഡഡ് ബൈ വീതി. 1 മുതൽ, അതായത് നീളത്തെ വീതി കൊണ്ട് ഭാഗിക്കുമ്പോൾ 1 മുതൽ 1/4 തൊട്ട് മുമ്പ് വരെയുള്ള എല്ലാം സമതതമാണ്. 1/4 ആയ പാദാധികമാവും. അതായത് നീളത്തെ വീതി കൊണ്ട് ഭാഗിക്കുമ്പോൾ 1/4 മുതൽ 1.5 തൊട്ട് മുമ്പ് വരെയുള്ള എല്ലാം അർത്ഥാധികമാണ്. അല്ല സോറി, പാദാധികം. 1/4 മുതൽ 1/4 ആകുമ്പോൾ പാദാധികമാവും. 1/4 മുതൽ 1.5 തൊട്ട് മുമ്പ് വരെ പാദാധികം. 1.5 ആകുമ്പോൾ അർത്ഥാധികമാവും. അപ്പൊ 1.5 മുതൽ 1.25 തൊട്ട് മുമ്പ് വരെയുള്ള എല്ലാം അർത്ഥാധികമാണ്. ഇനി 1.25 ആകുമ്പോൾ പാദോനമാവും. അപ്പൊ 1.25 മുതൽ 2 തൊട്ട് മുമ്പ് വരെയുള്ള എല്ലാം പാദോനമാണ്. 1.25 മുതൽ 2 തൊട്ട് മുമ്പ് വരെയുള്ള എല്ലാം പാദോനമാണ്. 2 ആകുമ്പോൾ വീണ്ടും സമതതമാവും. 2 ആയാൽ വീണ്ടും സമതം. അതുപോലെ 2 മുതൽ 2.25 താഴെ വരെയുള്ള എല്ലാം സമതതം. 2.25 മുതൽ 2.5 താഴെ വരെയുള്ള എല്ലാം പാദാധികം. 2.5 മുകളിൽ 2.25 താഴെയുള്ളത് വരെയെല്ലാം പാദോനം. 2.25 കഴിഞ്ഞാൽ 3 താഴെയുള്ളതെല്ലാം വീണ്ടും, അല്ല സോറി, 2 കഴിഞ്ഞാൽ 2.25 താഴെ വരെയുള്ളതെല്ലാം സമതതം. 2.25 കഴിഞ്ഞാൽ 2.5 താഴെയുള്ളതെല്ലാം പാദാധികം. 2.5 കഴിഞ്ഞാൽ 2.25 താഴെയുള്ളതെല്ലാം അർത്ഥാധികം. 2.25 കഴിഞ്ഞാൽ 3 താഴെയുള്ളതെല്ലാം പാദോനം. 3 കഴിയുമ്പം 3 മുതൽ 3.25 വരെയുള്ള എല്ലാം പാദോനം, പിന്നെ വീണ്ടും സമതതമാകും. അപ്പൊ ഇങ്ങനെ അത് പൊങ്ങി കൂടി 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 പൊക്കൊണ്ടേയിരിക്കും. ഇതില് മനുഷ്യാലയത്തിന്, അതായത് വീടുകൾക്ക്, മനുഷ്യരുടെ വീടുകളായാലും ഓഫീസായാലും മനുഷ്യർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പാദാധികമാണ്. അപ്പൊ നമ്മൾ വീട് ചെയ്യുമ്പോൾ പാദാധികത്തിൽ ചെയ്യണം. കഴിയുമെങ്കിൽ, ചിലപ്പോൾ എപ്പോഴും സാധിച്ചൊന്നും വരില്ല, നിവൃത്തി ഉണ്ടെങ്കിൽ പാദാധികത്തിൽ വേണം വീട് ചെയ്യാൻ. അതായത് വീതിയുടെ 1.25 ഇരട്ടി നീളം. സമതതവും അർത്ഥാധികവും മധ്യമമാണ്. ഉത്തമം എന്ന് പറയാൻ, വേണമെങ്കിൽ ആകാം എന്നേ ഉള്ളൂ. സമതതവും അർത്ഥാധികവും മധ്യമം. പാദോനം ഒരിക്കലും പാടില്ല എന്നാണ്. പാദോനം വീട് മുടിക്കും എന്നാണ് പറയുന്നത്. പാദോനം അധമമാണ്, ഒരിക്കലും പാടില്ല. ഒരു വീടും പാദോനത്തിൽ ചെയ്യാൻ പാടില്ല. അതായത് നീളത്തെ വീതി കൊണ്ട് ഭാഗിക്കുമ്പോൾ 1.25 മുതൽ 2 തൊട്ട് മുമ്പ് വരെ, 2 ആകുമ്പോൾ വീണ്ടും സമതമാവും. 2 തൊട്ട് മുമ്പ് വരെയുള്ള എല്ലാം പാദോനമാണ്. പാദോനം ഒരിക്കലും ഒരു വീടുകൾക്കും പാടില്ല എന്നാണ്. ഏറ്റവും ദോഷകരമായിട്ടുള്ള ഒന്നാണ് പാദോനം. അതായത് ഗുണാംശ തത്വപ്രകാരം നീളത്തെ വീതി കൊണ്ട് ഭാഗിക്കുമ്പോൾ 1.25 മുതൽ 1.25 ആയ പാദോനമാവും. 2 ആയ വീണ്ടും സമതമാവും. അപ്പൊ 2 തൊട്ട് മുമ്പ് വരെയുള്ള എല്ലാം പാദോനമാണ്. അത് ഒരിക്കലും പാടില്ല. ഒരു വീടുകൾക്കും ഒരു നിർമ്മിതികൾക്കും പാടില്ല. അതുപോലെ അല്ല, ഇത് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഗുണാംശ തത്വം, ഇതാണ് ഗുണാംശ തത്വം. അതായത് സമതതം, പാദാധികം, അർത്ഥാധികം, പാദോനം, ഇങ്ങനെ 4 ഇതുള്ളതില് നീളത്തെ വീതി കൊണ്ട് ഭാഗിക്കുമ്പോൾ 1 മുതൽ 1.25 തൊട്ട് മുമ്പ് വരെയുള്ള എല്ലാം സമതതം. 1.25 മുതൽ 1.5 തൊട്ട് മുമ്പ് വരെയുള്ള എല്ലാം പാദാധികം. 1.5 മുതൽ 1.25 തൊട്ട് മുമ്പ് വരെയുള്ള എല്ലാം അർത്ഥാധികം. 1.25 മുതൽ 2 തൊട്ട് മുമ്പ് വരെയുള്ള എല്ലാം പാദോനം. ഇതിൽ പാദോനം അങ്ങേയറ്റം ദോഷകരമാണ്. പാദാധികമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്.
അർത്ഥാധികവും സമതതവും മധ്യമവുമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി അടുത്തത് പദയോനി തത്വം. ഗുണാംശ തത്വവും പദയോനി തത്വവും രണ്ട് തത്വങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മൾ ഇപ്പൊ മനസ്സിലാക്കിയത് ഗുണാംശ തത്വമാണ്. പദയോനി തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നീളം, വീതി, പൊക്കം ഇങ്ങനെയുള്ള അളവുകളെയൊക്കെ 4 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന അളവ് ഉത്തമമായ അളവായിരിക്കണം. നീളം, വീതി, പൊക്കം എന്നിവയെ 4 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തമമായ അളവാണ് ഏറ്റവും നല്ല. പക്ഷെ മരണച്ചുറ്റ് വരാനും പാടില്ല, മരണച്ചുറ്റിന്റെ അളവാകാൻ പാടില്ല. നീളം, വീതി, പൊക്കം ഇതിനെയൊക്കെ 4 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന അളവ് മരണച്ചുറ്റിന്റെ അളവാകാൻ പാടില്ല. സ്വീകാര്യമായ ശുഭയോനിയായ ഉത്തമമായ യോനി അളവ് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. മരണച്ചുറ്റ് പാടില്ല. പിന്നെ വേറൊന്ന് പദയോനി തത്വത്തിലുള്ളത് നീളം, അതാണ് കൂടുതൽ പ്രാധാന്യം. നീളം, വീതി, ചുറ്റളവ് ഇതെല്ലാം ഒരേ യോനി ആയിരിക്കണം. ഉദാഹരണത്തിന് ചുറ്റളവ് ധ്വജയോനി ആണെങ്കിൽ നീളവും വീതി എല്ലാം ധ്വജയോനി ആയിരിക്കണം. നീളവും വീതി ചുറ്റളവും വീടിന്റെ നീളം, വീതി, ചുറ്റളവ് ഇതെല്ലാം ഒരേ യോനിയിലായിരിക്കണം. അതായത് ചുറ്റളവ് ധ്വജയോനി ആണെങ്കിൽ നീളവും വീതി എല്ലാം ഒരു വീടിന്റെ ചുറ്റളവ് ധ്വജയോനി ആണെങ്കിൽ ആ വീടിന്റെ നീളവും വീതിയും എല്ലാം ധ്വജയോനി വന്നു കഴിഞ്ഞാൽ ഏറ്റവും അങ്ങനെയുള്ള വീട് താമസിക്കുന്നവർക്ക് സർവ്വവിധ ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. നീളം, വീതി, ചുറ്റളവ് എല്ലാം ഒരേ യോനി. അതുപോലെ തന്നെ ഇപ്പം ചുറ്റളവ് സിംഹയോനി ആണെങ്കിൽ നീളവും വീതിയും എല്ലാം സിംഹയോനി തന്നെ ആയിരിക്കണം. ചുറ്റളവ് ഗജയോനി ആണെങ്കിൽ നീളവും വീതിയും എല്ലാം ഗജയോനി ആയിരിക്കണം. ചുറ്റളവ് വൃഷഭയോനി ആണെങ്കിൽ നീളവും വീതിയും എല്ലാം വൃഷഭയോനി ആയിരിക്കണം. ചുറ്റളവ് ഏത് യോനിയാണോ അതേ യോനിയിൽ തന്നെ നീളവും വീതിയും വരുന്നത് ഏറ്റവും ഉത്തമമാണ്. അങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. അതാണ് ഈ പദയോനി തത്വത്തിൽ പറയുന്നത്. അതായത് കെട്ടിടത്തിന്റെ നീളവും വീതിയും ചുറ്റളവും ഒരേ യോനിയിലായിരിക്കുന്നത് ഉത്തമമാണ്. ഇതാണ് പദയോനി തത്വം. ഒന്ന്, നീളം, വീതി, പൊക്കം ഇതൊക്കെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ മരണച്ചുറ്റാവരുത്, സ്വീകാര്യമായ നല്ല യോനി ആയിരിക്കണം. 2, കെട്ടിടത്തിന്റെ നീളം, വീതി, ചുറ്റളവ് എല്ലാം ഒരേ യോനിയിലായിരിക്കണം. എല്ലാം ഇങ്ങനെ ചെയ്യാൻ നോക്കില്ല, ഇതെല്ലാം കിട്ടുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ പദയോനി തത്വം ഉപയോഗിച്ചാലും പാദോന ദോഷം വരാൻ പാടില്ല. അത്ര വളരെ പ്രധാനമാണ് പാദോന ദോഷം. അതായത് നമ്മൾ പദയോനി തത്വത്തില് നീളത്തെ വീതി കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്ന പ്രാധാന്യമില്ല. പക്ഷെ അങ്ങനെ പദയോനി തത്വം ഉപയോഗിച്ചാലും നീളത്തെ വീതി കൊണ്ട് ഭാഗിക്കുമ്പോൾ 1.25 മുതൽ 2 വരെയുള്ള പാദോനം അത് നിഷിദ്ധമാണ്, അത് വരാൻ പാടില്ല. പദയോനി തത്വം ആയാലും ശരി, ഗുണാംശ തത്വം ആയാലും ശരി, പാദോനം ഉണ്ടാകാൻ പാടില്ല. നീളത്തെ വീതി കൊണ്ട് ഭാഗിക്കുമ്പോൾ 1.25 മുതൽ 2 തൊട്ട് മുമ്പ് വരെയുള്ള ആ അളവ് വരാൻ പാടില്ല. ഇത്രയും ക്ലിയർ ആയി കാണുന്നതായിരിക്കും. അടുത്ത അപ്പൊ ഇങ്ങനെ 2 ഇതുണ്ട്. 1 ഗുണാംശ തത്വം, 2 പദയോനി തത്വം. അപ്പൊ ഈ 2 തത്വങ്ങളും ഉപയോഗിച്ച് വേണം നമ്മൾ നീളവും വീതിയും, ശുഭമായിട്ടുള്ള നീളവും വീതിയൊക്കെ കാണാൻ. ഇനി അടുത്ത നമ്മൾ ഈ നീളവും വീതിയൊക്കെ കാണുമ്പോൾ പ്രധാനപ്പെട്ട ഒന്നാണ് ഗമനം. ഗമനം എന്ന് പറഞ്ഞാല് ഇവിടെ വാസ്തുമണ്ഡലത്തിന്റെ മധ്യബിന്ദു, വാസ്തുമണ്ഡലത്തിന്റെ മധ്യം നമ്മൾ ബ്രഹ്മനാഭി എന്ന് പറയും. ഗ്രഹത്തിന്റെ മധ്യത്തിന് ഗ്രഹനാഭി എന്ന് പറയും. അപ്പൊ ബ്രഹ്മനാഭിയിൽ നിന്ന് ഗ്രഹനാഭിയിലേക്കുള്ള ദൂരം, ആ ദൂരം സ്ട്രെയിറ്റ് ആയിട്ടല്ല എടുക്കുന്നത്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. അതായത് തെക്ക് വടക്ക് ഗമനവും കിഴക്ക് പടിഞ്ഞാറ് ഗമനവും. അപ്പം ബ്രഹ്മനാഭി നമുക്കറിയാമെങ്കിൽ, വാസ്തുമണ്ഡലത്തിന്റെ മധ്യം നമുക്കറിയാമെങ്കിൽ, വീടിന്റെ മധ്യം കണ്ടുപിടിക്കാൻ ഈ 2 ഗമനങ്ങൾ ഉപയോഗിക്കണം. 1 തെക്ക് വടക്ക് ദിശയിലുള്ള ഗമനം, 2 കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള ഗമനം. ഇത് രണ്ടും എടുത്തിട്ട് നമുക്ക് വീടിന്റെ മധ്യം കണ്ടുപിടിക്കാം. ബ്രഹ്മനാഭിയിൽ നിന്നും ഗ്രഹനാഭിയിലേക്കുള്ള ദൂരമാണ് ഗമനം. പക്ഷെ ആ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കാൻ പാടില്ല. 1 തെക്ക് വടക്ക്
ഡയറക്ഷനിലും മറ്റേത് കിഴക്ക് പടിഞ്ഞാറ്, അങ്ങനെ എടുത്തിട്ട് വേണം ആ ദൂരം കാണാൻ. ബ്രഹ്മനാഭിയും വേണം, ഇതൊക്കെ നോട്ട് ചെയ്തോളൂ. ഗമനം ബ്രഹ്മനാഭിയിൽ നിന്നും ഗ്രഹനാഭിയിലേക്കുള്ള ദൂരമാണ് ഗമനം. ബ്രഹ്മനാഭിയും ഗ്രഹനാഭിയും ഒരേ ബിന്ദുവിൽ വരാൻ പാടില്ല. ബ്രഹ്മനാഭി ഗ്രഹനാഭി ഒരേ ബിന്ദു എന്ന് പറഞ്ഞാൽ ഗമനം ഇല്ല എന്നർത്ഥം. പിന്നെ ബ്രഹ്മനാഭിയുടെ മുകളിൽ തന്നെ ഗ്രഹനാഭിയും വരും, അപ്പോൾ തമ്മിൽ ദൂരമില്ല. അപ്പൊ അതായത് ഗമനം ഇല്ലാതെ വരാം. അപ്പൊ ഒരിക്കലും ഗമനം ഇല്ലാതെ വീടുകൾ ചെയ്യാൻ പാടില്ല. ബ്രഹ്മനാഭിയും ഗ്രഹനാഭിയും ഒരേ ബിന്ദുവിൽ വരാൻ പാടില്ല. ബ്രഹ്മനാഭിയിൽ നിന്നും ഗ്രഹനാഭിയിലേക്ക് ഗമനം കൊടുത്തു തന്നെ വേണം ചെയ്യാൻ. ബ്രഹ്മനാഭിയിൽ കൂടി കടന്നു പോകുന്ന സൂത്രങ്ങളിൽ ഗ്രഹനാഭി വരാൻ പാടില്ല. നമുക്കറിയാം 4 സൂത്രങ്ങളുണ്ട് ബ്രഹ്മനാഭിയിൽ കൂടി കടന്നു പോകുന്നത്: ബ്രഹ്മസൂത്രം, യമസൂത്രം, കർണസൂത്രം, വൃത്തിസൂത്രം. അത് കിഴക്കുന്ന പടിഞ്ഞാറോട്ട് ബ്രഹ്മനാഭിയിൽ കൂടി കടന്നു പോയി വാസ്തുമണ്ഡലത്തിന്റെ മധ്യത്തിൽ കൂടി കടന്നു പോകുന്ന ബ്രഹ്മസൂത്രം, തെക്ക് വടക്ക് ദിശയിൽ മധ്യത്തിൽ ബ്രഹ്മനാഭിയിൽ കൂടി കടന്നു പോകുന്നത് യമസൂത്രം, വടക്ക് കിഴക്കേ മൂലയിൽ നിന്നും തെക്ക് പടിഞ്ഞാറേ മൂലയിലേക്ക് മധ്യത്തിൽ കൂടി കടന്നു പോകുന്നത് കർണസൂത്രം, തെക്ക് കിഴക്ക് അഗ്നിമൂലയിൽ നിന്നും വായുമൂലയിലേക്ക് വാസ്തു മധ്യത്തിൽ കൂടി കടന്നു പോകുന്നത് വൃത്തിസൂത്രം. അപ്പൊ അങ്ങനെ ബ്രഹ്മസൂത്രം, യമസൂത്രം, കർണസൂത്രം, വൃത്തിസൂത്രം, ഈ 4 സൂത്രങ്ങളിലും ഗ്രഹത്തിന്റെ മധ്യം വരാൻ പാടില്ല, ഗ്രഹനാഭി വരാൻ പാടില്ല. ആണ് ബ്രഹ്മനാഭിയിൽ കൂടി കടന്നു പോകുന്ന സൂത്രങ്ങളിൽ ഗ്രഹനാഭി വരാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ വീടിന് സ്ഥാനം കാണുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ബ്രഹ്മനാഭിയുടെ തെക്ക് കിഴക്കോ വടക്ക് പടിഞ്ഞാറോ ഗ്രഹനാഭി വരാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ബ്രഹ്മനാഭിയുടെ ഒന്നുകിൽ തെക്ക് പടിഞ്ഞാറായിട്ട് ഗ്രഹനാഭി വരണം, അല്ലെങ്കിൽ വടക്ക് കിഴക്ക് വരണം. അപ്പൊ ബ്രഹ്മനാഭിയുടെ തെക്ക് കിഴക്കോ വടക്ക് പടിഞ്ഞാറോ ഗ്രഹനാഭി വരാൻ പാടില്ല. ഇനി ഭാരതീയ പാരമ്പര്യ വാസ്തുശാസ്ത്ര പ്രകാരം ബ്രഹ്മനാഭിയുടെ വടക്ക് കിഴക്കായിട്ട് മാറി, അതായത് ഈശാന്യമൂലയുടെ ഭാഗത്തോട്ട് മാറി ഗ്രഹനാഭി വരുന്നതാണ് ഏറ്റവും നല്ലത്. അത് പാരമ്പര്യ വാസ്തുശാസ്ത്ര പ്രകാരം ഗ്രഹനാഭി ബ്രഹ്മനാഭിയുടെ വടക്ക് കിഴക്കോട്ട് മാറി വരണം. അതാണ് ഏറ്റവും നല്ലത്, അതായത് അത്യുത്തമം. തെക്ക് പടിഞ്ഞാറും ആകാം, തെക്ക് പടിഞ്ഞാറ് ഉത്തമമാണ്. ഗ്രഹനാഭി ബ്രഹ്മനാഭിയുടെ തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയുടെ ഭാഗത്തോട്ട് വരുന്നത് ഉത്തമമാണ്. പക്ഷെ ഏറ്റവും നല്ലത് വടക്ക് കിഴക്കോട്ട്, ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരം ഏറ്റവും നല്ല വടക്ക് കിഴക്കോട്ട് മാറി വരണമെന്നാണ്. പക്ഷെ അതേസമയം ഈ ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെങ്ഷുയിലും അതുപോലെ കോമ്പിനേഷൻ എല്ലാം കൂടെ ഇന്റഗ്രേറ്റഡ് വാസ്തു എന്ന് പറഞ്ഞു. ആ ഇന്റഗ്രേറ്റഡ് വാസ്തു അല്ലെങ്കിൽ സംയോജിത വാസ്തുശാസ്ത്രത്തിലും ബ്രഹ്മനാഭിയുടെ തെക്ക് പടിഞ്ഞാറ് മാത്രമേ ഗ്രഹനാഭി വരാവുന്നു, വടക്കിഴക്ക് വരാൻ പാടില്ല എന്നാണ്. ഇതിന് ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ അത്യുത്തമമാണ് വടക്കിഴക്ക്, പക്ഷെ അത് ചൈനീസ് വാസ്തുവിലൊന്നും അവിടെ വരാനേ പാടില്ല എന്നാണ്. സംയോജിത വാസ്തുശാസ്ത്ര പ്രകാരം ഗ്രഹനാഭി ബ്രഹ്മനാഭിയുടെ തെക്ക് പടിഞ്ഞാറ് മാത്രമേ വരാവൂ, വടക്കിഴക്ക് വരാൻ പാടില്ല എന്നാണ്. ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് ഇവിടെ ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ ഊർജത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, എനർജി. പക്ഷെ ഈ ഫെങ്ഷി അല്ലെ ഇന്റഗ്രേറ്റഡ് വാസ്തുവില് ഭാരം അല്ലെങ്കിൽ വെയിറ്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഒരു പുരയിടത്തില് ബ്രഹ്മനാഭി അല്ലെങ്കിൽ ഗ്രഹനാഭി വീടിന്റെ മധ്യം ബ്രഹ്മനാഭിയുടെ വടക്ക് കിഴക്കോട്ട് മാറി നിൽക്കണം, ആണ് ഏറ്റവും അത്യുത്തമമായിട്ട് വന്നത്. അപ്പൊ നമുക്കറിയാം ഊർജ്ജം ഏറ്റവും കൂടുതൽ ഒരു വാസ്തുമണ്ഡലത്തിലെ ഊർജാവസ്ഥ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളത് വടക്ക് കിഴക്കാണ്, നോർത്ത് ഈസ്റ്റിലാണ്. ഊർജാവസ്ഥ കുറവുള്ളതാണ് സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ്. അപ്പൊ അതുകൊണ്ട് വീട് വടക്ക് കിഴക്കോട്ട് മാറി എന്നാൽ അവിടെ കൂടുതൽ ഊർജം കിട്ടും. അപ്പൊ അങ്ങനെയുള്ള വീട്ടിൽ താമസിക്കുന്നവർക്ക് പോസിറ്റീവ് ഊർജം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരം വീട് വടക്ക് കിഴക്കോട്ട് മാറി നിൽക്കണം എന്ന് പറയുന്നത്. അതേസമയം തെക്ക് പടിഞ്ഞാറ് നമുക്കറിയാം ഒരു വെയിറ്റ്, തെക്ക് പടിഞ്ഞാറ് എത്രയും കൂടുതൽ വെയിറ്റ് വരുന്നു അത്രയും നല്ലതാണ്. വടക്ക് കിഴക്ക് എത്രയും വെയിറ്റ് കുറയുന്നോ അത് നല്ലതാണ്. അപ്പോൾ നമ്മളെ വീട് വടക്ക് കിഴക്കോട്ട് മാറ്റി വെച്ചാൽ തെക്ക് പടിഞ്ഞാറിനേക്കാൾ വെയിറ്റ് വടക്ക് കിഴക്ക് കൂടി വരും. പുരയിടത്തിന്റെ വടക്ക് കിഴക്കോട്ട് മാറി നമ്മൾ വീട് വെക്കുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒഴിച്ചിട്ടിട്ട് അല്ലെങ്കിൽ അവിടെ വെയിറ്റ് കൊടുക്കാതെ വടക്ക് കിഴക്കോട്ട് മാറ്റി കെട്ടം വെച്ചാൽ വടക്ക് കിഴക്ക് വെയിറ്റ് കൂടും. അത് ശരിക്കും അത് ദോഷം, നല്ലതല്ല. എപ്പോഴും വെയിറ്റ് വരുന്നത് തെക്ക് പടിഞ്ഞാറായിരിക്കണം.
അപ്പൊ അതുകൊണ്ടാണ് വെയിറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടാണ് ഫെങ്ഷുയിലും സംയോജിത വാസ്തുശാസ്ത്രം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് വാസ്തുവിലും വീട് തെക്ക് പടിഞ്ഞാറോട്ട് മാത്രമേ ആകാവൂ എന്ന് പറയുന്നു. ഇപ്പൊ നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സാധാരണ നമ്മൾ വീട് വെക്കുന്നതൊക്കെ 5 സെന്റ് 10 സെന്റ് 10 സെന്റ് അപ്പുറം കുറവാണ്. 5-10 സെന്റിനകത്തൊക്കെ ഉള്ള വസ്തുവിലാണ് വീട് വെക്കുന്നത്. അപ്പൊ ആ ഒരു ചെറിയ ഭൂമിയാണ്. ആ ചെറിയ ഭൂമിയിൽ വെയിറ്റിന് കൂടുതൽ പ്രാധാന്യം. കാരണം അത്രയും ഒരു ചെറിയ ഭൂമിയിൽ നമ്മളൊരു 1000 സ്ക്വയർ 2000 സ്ക്വയർ ഫീറ്റ് ഒക്കെ വിസ്തീർണമുള്ള വീട് വെക്കുകയാണെങ്കിൽ ആ ഭൂമിയുടെ വെയിറ്റുമായിട്ട് നോക്കുമ്പോൾ ആ വീടിന്റെ വെയിറ്റ് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും തെക്ക് പടിഞ്ഞാറോട്ട് മാറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേസമയം ഒരു വലിയ മഹാക്ഷേത്രമൊക്കെ 3 ഏക്കർ 4 ഏക്കറൊക്കെ വലിപ്പമുള്ള ഒരു ഭൂമിയിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് 2000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ വടക്ക് കിഴക്ക് വന്നാലും തെക്ക് പടിഞ്ഞാറ് വന്നാലും അവിടെ വെയിറ്റിന് വലിയ പ്രസക്തിയില്ല. കാരണം ഭൂമിയുടെ വെയിറ്റ് എത്ര കൂടുതലാണ്. ആ ഭൂമിയുടെ വെയിറ്റുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ആ ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീടിന്റെ വെയിറ്റ് ഒന്നും അല്ല. അപ്പൊ അതുകൊണ്ടാണ് വലിയ ഭൂമിയിലൊക്കെ വീട് വയ്ക്കുകയാണെങ്കിൽ, മഹാക്ഷേത്രം മധ്യമക്ഷേത്രം ഒക്കെ ഉള്ള വീട് വയ്ക്കുകയാണെങ്കിൽ വടക്ക് കിഴക്കോട്ട് മാറി വീട് വെക്കുന്നത് നല്ലതാണ്. അപ്പൊ അവിടെ എനർജിക്കാണ് അവിടെ എനർജി കൂടുതലാണ്. പക്ഷെ ചെറിയ ഭൂമിയിൽ വടക്ക് കിഴക്കുള്ള എനർജിയും തെക്ക് പടിഞ്ഞാറുള്ള എനർജിയായിട്ട് വലിയ വ്യത്യാസം വരില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ സാധാരണ ചെറിയ അല്പക്ഷേത്രത്തിലൊക്കെ വീട് വെക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറോട്ട് മാറി പിന്നെ അതായത് ബ്രഹ്മനാഭിയുടെ അതായത് വാസ്തുമണ്ഡലത്തിന്റെ മധ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ കന്നിമൂലയുടെ ഭാഗത്തോട്ട് മാറി വീടിന്റെ മധ്യം അതായത് ഗ്രഹനാഭി വരുന്നതാണ് സാധാരണ നല്ലത്. നമ്മുടെ സമയം 9:47 അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്താൻ പോവാണ്. ഇന്ന് പഠിച്ച കാര്യങ്ങളിലോ അല്ലാതെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇപ്പൊ ഈ അവസാനം പറഞ്ഞ കാര്യങ്ങൾ നാളെ അടുത്ത ക്ലാസ് ഒന്നും എടുക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പറയൂ. ബ്രഹ്മനാഭികർ ഒന്ന് പറഞ്ഞത് ബ്രഹ്മനാഭി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മനാഭി എന്ന് പറഞ്ഞാൽ വാസ്തു മണ്ഡലത്തിന്റെ മധ്യം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് വാസ്തു മണ്ഡലത്തിന്റെ മധ്യത്തിനാണ് ബ്രഹ്മനാഭി, വീടിന്റെ മധ്യത്തിനാണ് ഗ്രഹനാഭി. ഗ്രഹനാഭി വീട്ടിന്റെ മധ്യം. അത് നമ്മൾ നേരത്തെ പദവിന്യാസം എടുത്തപ്പോൾ പഠിച്ചാണ്. അതൊക്കെ ബ്രഹ്മനാഭി ഗ്രഹനാഭി അതെല്ലാം പഠിച്ചാണ് പദവിന്യാസം പഠിച്ചപ്പോൾ. വേറെ എന്തെങ്കിലും സംശയം? ഓക്കെ. അപ്പൊ നമ്മളിപ്പോ അവസാനം എടുത്ത ഭാഗം ഒന്നുകൂടെ അടുത്ത ക്ലാസ്സിൽ എടുക്കും. ഞാനൊന്ന് നോക്കിക്കൊണ്ട് വരണം എല്ലാവരും. ഓഫിയാണ്. സംശയമൊന്നും ആർക്കും ഇല്ലാന്ന് വിചാരിക്കുന്നു. സംശയം ചോദിച്ചില്ല കാര്യമായിട്ട്.